ഗുരുവന്ദനം തവ പാദപങ്കജവന്ദനം വന്ദനം ഗുരുവന്ദനം തവ പാദപങ്കജവന്ദനം ഇഹലോക പരലോക പുനഃകാരുണ്യം ഗുരുവന്ദനം തവ പാദപങ്കജവന്ദനം ആമുടും മണമിരുളുമാരി വെളിച്ചമായി വിളങ്ങി മണമിരുളുമാരി വെളിച്ചമായി വിളങ്ങി രക്ഷയുമേനി വന്ദനം 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 ഗുരുവന്ദനം തവ പാദപങ്കജവന്ദനം വന്ദനം ഗുരുവന്ദനം തവ പാദപങ്കജവന്ദനം തവ പാദപങ്കജവന്ദനം തവ പാദപങ്കജവന്ദനം. അടുത്തതായി ഗുരുവാണി വായിക്കുന്നതിനായി ബ്രഹ്മദത്ത് TS-നെ ക്ഷണിക്കുന്നു. സദ്ഗുരുവേ ശരണം. ഗുരുവാണി. നമ്മൾ ആരാധിച്ചു പോയ ഏതെല്ലാം ദോഷങ്ങളുണ്ടോ അതിനെല്ലാം ഒരു പ്രതികരണം എന്ന നിലയ്ക്ക് നശിപ്പിക്കേണ്ടതിനെ നശിപ്പിച്ചും നിലനിർത്തേണ്ടതിനെ നിലനിർത്തിയും ചെയ്യുന്ന കർമ്മമാണ് ഗുരുപൂജ. നമ്മൾ ജനിച്ചത് പൂർവികരുടെ ആ രംഗത്തായി പോയി. അതിൽ നിന്ന് മാറ്റം ചെയ്യാൻ രണ്ട് മാർഗങ്ങളേയുള്ളൂ. ഒന്ന്, ഞങ്ങളുടെ പരമ്പരയ്ക്ക് ദോഷം വരാനുള്ള വഴികളൊന്നും ഞങ്ങളിൽ വരാൻ പാടില്ല. രണ്ട്, ഞങ്ങൾ ഗുരുപരമ്പരയിൽ വന്ന് ചേർന്നു പോയി. അതിനുള്ള മാർഗം എങ്ങനെ തേടും? ദേവീദേവന്മാരുടെ ഈ പരിചയം ഏതാണ്ട് ഒരു 3 തലമുറയ്ക്ക് കിട്ടും. അത് വരുമ്പോൾ നമ്മുടെ പഴകിയ വാസന വരും. നമ്മൾ ആരാധിച്ച ദേവീദേവന്മാരെ നമ്മുടെ ഭക്തിവിശേഷത്തിൽ നാം തന്നെ കാണുകയാണ്. അത് കണ്ടിട്ട് അതിൽ നിന്ന് നമ്മൾ മാറ്റം വരുത്തുകയാണ്. ചെറിയ ചെറിയ മാറ്റമാണ്. ഈ മാറ്റം എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? ഗുരുപ്രകാശത്തിൽ അമർന്നു പോവുകയാണ്. ഗുരുവിനെ നമ്മൾ കാണുകയാണ്. അത് 1000 പേർക്ക് 1000 വിധം, അല്പാൽപം വ്യത്യാസമുണ്ട്. സദ്ഗുരുവേശം. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നതിനായി ശ്രീ CS രാജനെ ക്ഷണിച്ചുകൊള്ളുന്നു. സദ്വേഷണം കേൾക്കാവോ? കേൾക്കാം. നമ്മുടെ എല്ലാമായ ഗുരുവെ പ്രാർത്ഥിച്ചുകൊണ്ട് അഭിവന്ദ്യ ശിഷ്യപൂജയെ നമസ്കരിച്ചുകൊണ്ടും സർവാദരണീയരും സമാദരണീയരും ആദരണീയരുമായ സന്യാസിനിമാർ, ബ്രഹ്മചാരിണിമാർ, ഗൃഹസാക്ഷികൾ, ആത്മബന്ധുക്കൾ എല്ലാവർക്കും നമസ്കാരം. ശാന്തിരി ആത്മവിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ ഗുരുവിന്റെ 98ാമത് ജന്മദിന പൂജിത സമർപ്പണാഘോഷത്തോടനുബന്ധിച്ച് നടത്തുന്ന 41 ദിവസത്തെ സത്സംഗം ഇന്ന് 40 ദിവസം തികയുകയാണ്. ശാന്തിഗിരാശ്രമം എറണാകുളം പള്ളുരുത്തി ഏരിയയുടെയും തൃശൂർ ഏരിയയുടെയും സംയുക്താഭിമുഖ്യം നടക്കുന്ന ഇന്നത്തെ സത്സംഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി നമ്മുടെ ആശ്രമത്തിന്റെ പ്രസിഡന്റ് സർവാദരണീയ സ്വാമി ചൈതന്യ ജ്ഞാനവംശയെ ഗുരുനാമത്തിൽ പള്ളുരുത്തി ഏരിയയുടെയും തൃശൂർ ഏരിയയുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി ശാന്തിഗിരി ആശ്രമ ജനറൽ സെക്രട്ടറി സർവാദരണീയ സ്വാമി ഗുരു ആത്മജ്ഞാനതപസി, അദ്ദേഹത്തെ ഗുരുനാമത്തിൽ പള്ളുരുത്തി ഏരിയയുടെയും തൃശൂർ ഏരിയയുടെയും പേരിൽ ഗുരുനാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. ഈ സത്സംഗത്തിൽ പങ്കെടുക്കുന്ന സർവാദരണീയരും സമാദരണീയരും ആദരണീയരുമായ സന്യാസിനിമാർ, ബ്രഹ്മചാരിമാർ എല്ലാവരെയും ഗുരുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു.
ഇന്ന് ഗുരുവിന്റെ സ്നേഹം എന്ന വിഷയത്തിൽ അനുഭവം പങ്കുവയ്ക്കുന്ന സഭാന്തരണീയ സ്വാമി കനിമോഹനൻ ജ്ഞാനതപസ്വിയെ ഗുരുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സത്സംഗത്തിന് പ്രാർത്ഥന നടത്തിയ സമാദരണീയ സ്വാമി മുക്തചിത്ത ജ്ഞാനതപസ്വിയെ ഗുരുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സത്സംഗത്തിൽ ആമുഖ പ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട ശാന്തിഗിരി ആത്മവിദ്യാലയം പ്രിൻസിപ്പൽ മെന്റർ ശ്രീ GR കിരൺ സാറിനെ ഗുരുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഗുരുവിന്റെ സ്നേഹം എന്ന വിഷയത്തിൽ അനുഭവം പങ്കുവയ്ക്കുന്ന ശ്രീ മുരളീധരൻ നായർ പള്ളുരുത്തി അവർക്കും തൃശ്ശൂർ ഏരിയയിൽ നിന്നുള്ള ശ്രീമതി KG നിധി ടീച്ചർക്കും ഗുരുനാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് ഗുരുവന്ദനം ചെയ്ത ബ്രഹ്മചാരിണി ശാന്തിപ്രിയയ്ക്കും ഗുരുവാണി വായിച്ച ശ്രീ TS ബ്രഹ്മദത്തിനും സ്വാഗതം ആശംസിക്കുന്നു. ഇന്നത്തെ സത്സംഗത്തിന് നന്ദി പറയുന്ന ശ്രീ ഹലിൻ കുമാർ സാറിനും ഗുരുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ സത്സംഗത്തിൽ പങ്കെടുക്കുന്ന നമ്മുടെ രാജ്യത്തും വിദേശത്തുമുള്ള എല്ലാ ആത്മബന്ധുക്കളെയും ഗുരുവിശ്വാസികളെയും തൃശ്ശൂർ പള്ളുരുത്തി ഏരിയകളുടെ പേരിൽ ഗുരുനാമത്തിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഗുരുപാദത്തിൽ സമർപ്പിക്കുന്നു. സദ്ഗുരുവേ ശരണം. അടുത്തതായി ആമുഖ പ്രഭാഷണത്തിനായി ശാന്തിഗിരി ആശ്രമം ആത്മവിദ്യാലയം പ്രിൻസിപ്പൽ മെന്റർ ഡോക്ടർ കിരൺ GRനെ ഗുരുനാമത്തിൽ ക്ഷണിക്കുന്നു. സദ്ഗുരുവേ ശരണം. നമ്മുടെ സർവസ്വമായ പരമകാരുണ്യവാനായ ഗുരുവിന്റെ തൃപ്പാദ പത്മങ്ങളിൽ നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുവിന്റെ വത്സല ശിഷ്യപൂജിതയുടെ തൃപ്പാദ പത്മങ്ങളിൽ നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. ആശ്രമം പ്രസിഡന്റ് സർവാദരണീയ സ്വാമി ചൈതന്യ ജ്ഞാന തപസ്വി, ആശ്രമം ജനറൽ സെക്രട്ടറി സർവാദരണീയ സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി, മറ്റ് സർവാദരണീയ സമാദരണീയ ആദരണീയ സന്യാസിനിമാർ, സമാദരണീയ സ്വാമി തനിമോഹനൻ ജ്ഞാന തപസ്വി, ബ്രഹ്മചാരിണി ശാന്തിപ്രിയ ആർ, ബ്രഹ്മചാരിണിമാർ, ശ്രീ രാജൻ CS, ശ്രീ മുരളീധരൻ നായർ A, ശ്രീമതി നിധി KG, ശ്രീ ഹലിൻ കുമാർ KV, ശ്രീ ശശികുമാർ K, ശ്രീ ബ്രഹ്മദത്ത് TS ഉൾപ്പെടെയുള്ള പ്രിയ ആത്മബന്ധുക്കളെ സാദര പ്രണാമം. മുക്തദത്തൻ സ്വാമിയോട് ക്ഷമാപണത്തോടെ സ്വാമിയുടെ പേരുകൂടെ ഞാൻ എടുത്ത് പറയുന്നു. സ്വാമി സത്സംഗം ഇന്നത്തെ കോർഡിനേഷൻ ചെയ്യുന്നത് തൃശ്ശൂരും പള്ളുരുത്തി ഏരിയയും ചേർന്നാണ്. പള്ളുരുത്തി കൊച്ചി രാജാവിനെ പള്ളിയിരുത്തിയ സ്ഥലമാണ് പള്ളുരുത്തി എന്ന് പറയപ്പെടുന്നത്. നൂറ്റാണ്ടുകളായി നിലവിലുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളുടെ വിപുലമായ ശ്രേണി നാവികരെയും വ്യാപാരികളെയും കൊച്ചിയിലേക്ക് ആകർഷിച്ചിരുന്നു. പള്ളുരുത്തിയിലുള്ള ഒരു ജ്യോത്സ്യൻ അദ്ദേഹത്തിന്റെ അടുത്ത് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്കായി എത്തുന്നവരോടൊക്കെ അവരുടെ പ്രശ്നങ്ങൾക്ക് പ്രതിവിധിയായി ശാന്തിഗിരി ആശ്രമത്തിൽ പോവാനായി മാർഗനിർദ്ദേശം നൽകിയിരുന്നു. ഈ വ്യക്തിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഇന്നത്തെ പള്ളുരുത്തി ഏരിയയിൽ ഉള്ള പലരും ആദ്യമായി ശാന്തിഗിരി ആശ്രമത്തിൽ എത്തുന്നത്. ഈ കാലഘട്ടത്തിലാണ് കണ്ണമാലി പ്രകാശൻ എന്ന വ്യക്തി ആശ്രമത്തിൽ എത്തിച്ചേരുന്നത്. അടിയന്തരാവസ്ഥ കാലത്തെ രാഷ്ട്രീയപരമായ പ്രവർത്തനങ്ങളെ തുടർന്നുണ്ടായ വ്യക്തിപരമായ ചില ബുദ്ധിമുട്ടുകൾ കാരണമാണ് 1984 കാലഘട്ടത്തിൽ ഇദ്ദേഹം ആശ്രമത്തിൽ എത്തിയത്. തുടർന്ന് പള്ളുരുത്തിയുടെ പ്രവർത്തന നാൾവഴികളിൽ അദ്ദേഹം സുപ്രധാനമായ പങ്കുവഹിച്ചു. 2003 ഫെബ്രുവരി 4 ശിഷ്യപൂജിതയ്ക്ക് പള്ളുരുത്തി ഏരിയയിൽ വരവേൽപ്പ് നൽകി. തുടർന്ന് 2005 ജൂൺ 13 2008 ഒക്ടോബർ 24 ശിഷ്യപൂജിത പള്ളുരുത്തിയിലെ ആത്മബന്ധുക്കളുടെ ഭവനങ്ങൾ സന്ദർശിച്ചിരുന്നു. ആദരണീയ ജന്നി ജയപ്രിയ ജ്ഞാന തപസ്വിനി പള്ളുരുത്തിയിൽ നിന്നുമാണ്. തങ്ങാലൂർ ബ്രാഞ്ച് തൃശ്ശൂർ ഏരിയ കേരള സംസ്ഥാനത്തിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ സാംസ്കാരിക തലസ്ഥാനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജില്ലയാണ്. സമാദരണീയ സ്വാമി ജയപ്രിയൻ ജ്ഞാന തപസ്വിയും ആദരണീയ സ്വാമി മംഗളാനന്ദൻ ജ്ഞാന തപസ്വി എന്നീ സ്വാമിമാർ തൃശ്ശൂരിൽ നിന്നുമാണ് വന്നിട്ടുള്ളത്. തൃശ്ശൂർ പ്രദേശത്ത് നിന്നുമുള്ള ആദ്യകാല ഗുരുവിശ്വാസികൾ ശ്രീ നാരായണൻ മാവേലി മറ്റും, ശ്രീ കുട്ടൻ താണിക്കൽ മണ്ണൂത്തി, ശ്രീ A നാരായണൻ മണ്ണൂത്തി എന്നിവരായിരുന്നു. 1993 ശാന്തിഗിരി ആയുർവേദ സിദ്ധ വൈദ്യശാലയുടെ ഒരു ഏജൻസി പരന്തരപ്പള്ളിയിൽ നടത്തുന്നതിന് ഗുരുവിൽ നിന്നും അനുവാദം ലഭിച്ചു.
തുടർന്ന് 1996 വരന്തരപ്പള്ളിയിൽ നിന്നും ശ്രീ PC സുരേഷ്, PC കൃഷ്ണദാസ്, ശ്രീ ES ബാബു, ശ്രീ CS രാജൻ, ശ്രീ രാജൻ CK, ശ്രീ ES സജി, ശ്രീ CS വിജയൻ, ശ്രീ KV വാസുക്കുട്ടൻ, ശ്രീ സേതുമാധവൻ K എന്നിവരുടെ വരവോടെ വിശ്വസാംസ്കാരിക നവോത്ഥാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടനാ പ്രവർത്തനം ആരംഭിച്ചു. ആ സമയത്ത് പൗർണമി സമയത്തെല്ലാം തൃശ്ശൂരിൽ നിന്നും ആത്മബന്ധുക്കൾ എറണാകുളം ആശ്രമത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. തങ്ങൾക്ക് തൃശ്ശൂരിൽ ആശ്രമം വേണമെന്ന് എല്ലാ ആത്മബന്ധുക്കൾക്കും ആഗ്രഹമുണ്ടായി. തുടർന്ന് 2002 എറണാകുളം തൃശ്ശൂർ സ്വദേശിയായ ശ്രീ UV പോളിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൽ കാരുമാത്രയിൽ 72 സ്ഥലം വാങ്ങി ഗുരുവിനെ സമർപ്പിച്ചു. നാളികേരവുമായി ബന്ധപ്പെട്ട കർമ്മരംഗങ്ങൾ തുടങ്ങാനായി ഗുരുവിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നത് കൊണ്ട് ഈ സ്ഥലം കയറുണ്ടാക്കുന്നതിനുള്ള ചകിരി അഴുക്കുന്നതിനും മറ്റുമായി ഉപയോഗിച്ചു. നാളികേരവുമായി ബന്ധപ്പെട്ട കർമ്മരംഗങ്ങൾ ഒരുക്കുന്നതിനായി 2 സൊസൈറ്റികൾ ആരംഭിച്ചു. തുടർന്ന് തൃശ്ശൂരിലെ ചില ആത്മബന്ധുക്കൾ ഏരിയയുടെ വിവിധ ഭാഗങ്ങളിലുള്ള തങ്ങളുടെ ഭൂമി ഗുരുവിന് സമർപ്പിക്കുകയുണ്ടായി. പുഷ്പഗിരിയിൽ സമർപ്പിച്ച സ്ഥലത്ത് പൗർണമി പ്രാർത്ഥന നടത്താനുള്ള അനുമതി ലഭിക്കുകയും ആത്മബന്ധുക്കൾ ഒത്തുകൂടി പ്രാർത്ഥന ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. ആശ്രമത്തിന്റെ നിർമ്മാണത്തിനായി കുറച്ച് ഭൂമി കൂടി വാങ്ങിക്കുന്നതിനായി ഗുരുവിന്റെ അനുവാദം ചോദിച്ചപ്പോൾ ശിഷ്യപൂജിത സെന്റിന് 3000 രൂപയിൽ കുറഞ്ഞ സ്ഥലം വാങ്ങണമെന്ന് അന്ന് അറിയിച്ചു. ഗുരുനിർദ്ദേശപ്രകാരം തൃശൂർ മുളങ്കുന്നത്ത് കാവിനടുത്തുള്ള താങ്ങാലൂരിൽ 5 ഏക്കർ സ്ഥലം എല്ലാ വിശ്വാസികളും ചേർന്ന് വാങ്ങി 2003 നവംബർ 5 ഗുരുവിന് സമർപ്പിച്ചു. തുടർന്ന് ഗുരുവിന്റെ അനുമതിയോടെ 2004 സർവാദരണീയ സ്വാമി പരിപൂർണ ജ്ഞാന തപസ്വി കറണ്ട് കണക്ഷൻ എടുക്കുന്നതിനും മറ്റുമായി ഒരു റൂമും 20 അടി വ്യാസത്തിൽ ഒരു കിണറും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വാഷ്റൂമും എല്ലാം പണിയുന്നതിനായി തറക്കല്ലിട്ട് നിർമ്മാണം തുടങ്ങി. തുടർന്ന് ശ്രീ രാജേഷ് KR, ശ്രീ മുരുകൻ CV എന്നിവർ ആശ്രമ സ്ഥലത്തിൽ അന്തേവാസികളായി. 1996 ജനുവരി 16 മുതൽ രാവിലെ 5-നും 6-നും വൈകുന്നേരം 6-നും 9 മണിക്കും പ്രാർത്ഥന നടത്തുന്നതിന് അനുമതി കിട്ടി. 2005 ഏപ്രിൽ 15 ശിഷ്യപൂജിത ആശ്രമ സ്ഥലം സന്ദർശിച്ചു. അതിനുശേഷം നവംബർ 24 ഗുരുനിർദ്ദേശപ്രകാരം ഈ സ്ഥലത്ത് ഒരു എരുത്തിൽ പണിയുകയും ശിഷ്യപൂജിത കേന്ദ്രാശ്രമത്തിൽ നിന്ന് ഒരു പശുവിനെയും 3 കിടാവുകളെയും കൊടുത്ത് വിടുകയും ചെയ്തു. 2012 മാർച്ച് 18 തൃശൂർ താങ്ങാലൂർ ബ്രാഞ്ച് ആശ്രമത്തിന് ആരാധനാലയത്തിനും പർണശാലയ്ക്കും അടുക്കളയ്ക്കും സർവാദരണീയ സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി ശിലാസ്ഥാപനം നടത്തി. തുടർന്ന് സമാദരണീയ സ്വാമിമാർ സ്വാമി മധുശ്രീ ജ്ഞാന തപസ്വിയും സ്വാമി തനിമോഹനൻ ജ്ഞാന തപസ്വിയും സ്വാമി ജ്യോതിചന്ദ്രൻ ജ്ഞാന തപസ്വിയുടെ നേതൃത്വത്തിൽ ആശ്രമത്തിന്റെ പ്രാർത്ഥനാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ ഘട്ടത്തിൽ ഇവിടെ ഓങ്കാര പ്രതിഷ്ഠ വയ്ക്കാനായി ഗുരുനിർദ്ദേശം ലഭിച്ചു. 2018 ജനുവരി 1 പൗർണമി ദിനത്തിൽ പ്രതിഷ്ഠയുടെ നിർമ്മാണം തുടങ്ങുന്നതിന് 24 മണിക്കൂർ മുൻപായി വ്രതമെടുത്ത് ശക്തിയായി പ്രാർത്ഥന തുടങ്ങണമെന്ന് ഗുരുവിന്റെ അറിയിപ്പുണ്ടായി. ജില്ലയിലെ എല്ലാ വിശ്വാസികളുടെയും സാന്നിധ്യത്തിൽ അന്നത്തെ ആശ്രമം പ്രസിഡന്റ് ഗുരുജ്യോതിയിൽ ലയിച്ച സർവാദരണീയ സ്വാമി സത്യപ്രകാശ ജ്ഞാന തപസ്വിയും സർവാദരണീയ സ്വാമി ചൈതന്യ ജ്ഞാന തപസ്വി സ്വാമി നവകൃപ ജ്ഞാന തപസ്വി സമാദരണീയരായ സ്വാമികൾ മധുശ്രീ ജ്ഞാന തപസ്വി തനിമോഹനൻ ജ്ഞാന തപസ്വി ജ്യോതിചന്ദ്രൻ ജ്ഞാന തപസ്വി എന്നിവരുടെ നേതൃത്വത്തിൽ രാവിലെ 3 മണിക്ക് പ്രതിഷ്ഠ നിർമ്മാണം ആരംഭിച്ചു. തൃശ്ശൂരിലെ ആത്മബന്ധുക്കൾ ഒന്നിരിയാതെ ഇതിനായി പ്രാർത്ഥന ചെയ്തു വന്നു. 2018 ഏപ്രിൽ 28 തൃശൂർ താങ്ങാലൂർ ബ്രാഞ്ച് ആശ്രമത്തിന്റെ പ്രതിഷ്ഠാകർമ്മം ശിഷ്യപൂജിത നിർവഹിച്ചു. കേന്ദ്രാശ്രമത്തിലെ പ്രതിഷ്ഠയുടെ മാതൃകയിലെ ആണ് താങ്ങാലൂർ ബ്രാഞ്ച് ആശ്രമത്തിലെയും പ്രതിഷ്ഠ. പ്രതിഷ്ഠാകർമ്മത്തിന് ശേഷം ശിഷ്യപൂജിത ആത്മബന്ധുക്കളോടായി സംസാരിക്കുകയുണ്ടായി. ഈ താങ്ങാലൂർ ബ്രാഞ്ചിലെ പ്രതിഷ്ഠാകർമ്മം ഈ സ്ഥലത്തെ ആത്മബന്ധുക്കളുടെ ഗുരുവിനോടുള്ള അഗാധമായ സ്നേഹത്തിന്റെയും അവരുടെ അകമഴിഞ്ഞ പ്രാർത്ഥനയുടെയും ഫലമാണെന്ന് ശിഷ്യപൂജിത അറിയിച്ചു. ഗുരുവിന്റെ കർമ്മഭൂമിയായ കൂർക്കാഞ്ചേരിയും ഗുരുവായൂരും സ്ഥിതി ചെയ്യുന്ന ജില്ല കൂടിയാണ് തൃശൂർ. ശിവഗിരി ആശ്രമത്തിലെ സേവന കാലഘട്ടത്തിൽ കൂർക്കാഞ്ചേരിയിലുള്ള ശ്രീനാരായണ ഗുരു ഭക്തസംഘം മഠത്തിൽ പൂജാരിയായി കുറച്ചുനാൾ ഗുരു സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1978 7-8 പേരുടെ ഒരു സംഘം ഗുരുവിനോടൊപ്പം യാത്ര പോയി. മധുര ആശ്രമത്തിന്റെ തറക്കില്ലിട്ട ശേഷം മടക്കയാത്ര മധ്യേ ഗുരു പറഞ്ഞു, ഗുരുവായൂർ വരെ ഒന്ന് പോകണം, അവിടെ ചിലത് ചെയ്യാനുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ ദർശനമുള്ള 2 കുട്ടികളെ അവിടെ ചെയ്യേണ്ട സങ്കല്പങ്ങളെ കുറിച്ച് നിർദ്ദേശം കൊടുത്ത് ക്ഷേത്രത്തിനുള്ളിൽ അയച്ചു. ഗുരുവിന് ക്ഷേത്രത്തിനുള്ളിൽ പ്രത്യേകിച്ച് ആരാധനാ വേളയിൽ പോകാൻ പാടില്ല.
ഗുരുവിന്റെ സാന്നിധ്യത്തിൽ ആരാധനാമൂർത്തികൾക്ക് പ്രതിഷ്ഠയിലിരുന്ന് ആരാധന കൈക്കൊള്ളാൻ കഴിയില്ല എന്നതാണ് കാരണം. അതുകൊണ്ട് ഗുരു നാലമ്പലത്തിന് വെളിയിൽ നിന്നു. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി കുളി കഴിഞ്ഞ് വടക്കേ നടയിൽ നിന്നും കയറി വരുന്നു. ഗുരുവിനെ കണ്ടയുടൻ അദ്ദേഹം അത്ഭുത ആദരങ്ങളോടെ നമസ്കാര മുദ്രകൾ അർപ്പിച്ച് സാഷ്ടാംഗം പ്രണമിച്ചു. ഗുരു അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഗദ്ഗത കണ്ഠനായി കണ്ണീരൊഴുക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, അപ്പാ, ഞാൻ എത്രയോ നാളായി പൂജാ സമയത്ത് ഈ രൂപത്തെ കൃഷ്ണവിഗ്രഹത്തിൽ കാണുന്നു. ഇന്ന് എനിക്ക് അങ്ങേ നേരിട്ട് പ്രത്യക്ഷനായിരിക്കുന്നല്ലോ. തൃശ്ശൂരിന്റെയും ആശ്രമ ചരിത്രത്തിന്റെയും ചിരസ്മരണാർത്ഥമുള്ള ഒരു മംഗള അനുഭവമാണിത്. ഇത്തരത്തിലുള്ള എത്രയോ സമാനമായ അനുഭവങ്ങൾ വേറെയും ഉണ്ട്. നമ്മുടെ ഈ 40 ദിവസത്തെ പ്രചരണ പരിപാടിയിൽ, യാത്രയിൽ ഗുരുഭക്തിയുടെ പഥങ്ങളിൽ നടന്നു മുന്നേറിയ അനവധി മഹത്തായ ശിഷ്യന്മാരുടെ ജീവിതങ്ങളെ ഈ യാത്രയിൽ നമ്മൾ കണ്ടു. സന്ത് ഏകനാഥ്, സ്വാമി വിവേകാനന്ദ, അണ്ണാമലൈ സ്വാമിയും അർജുനനും പീറ്ററും മിലാറേപ്പയും ജോഷുവയും പായിലഹനയും ആനന്ദയും റൂമിയും കബീർദാസും, അവരുടെ എല്ലാം ജീവിതങ്ങൾ, അവരെടുത്ത ത്യാഗവും, ഇവർ ഓരോരുത്തരുടെയും യാത്രയിൽ നമ്മൾ സമാനമായ ഒരു തന്തുവും കാണുന്നു. നിഷ്കളങ്കമായ വിശ്വാസം, പൂർണ്ണ സമർപ്പണം, അഹങ്കാരമില്ലായ്മ, കൂടാതെ ഗുരുവിനോട് ഒരു അന്ധമായ വിശ്വാസം. മഹാന്മാരായ ആ ശിഷ്യന്മാർ വ്യക്തിപരമായ പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നുപോവുകയും വിജയിക്കുകയും ചെയ്തു. നമ്മുടെ ഗുരുവിന്റെ ദൗത്യം, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യവും ലക്ഷ്യവും അതിനേക്കാൾ വളരെ 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 വലുതാണ്. ഗുരുവിന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ നമ്മുടെ ഒരു ജന്മത്തിലെ വ്യക്തിപരമായ ചില മാറ്റങ്ങൾ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഇത് ധർമ്മത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തെ തന്നെ ശരിയാക്കുക എന്നതാണ് ലക്ഷ്യം. വ്യക്തികളെ മാത്രമല്ല, കുടുംബത്തെയും ദേശത്തെയും സമസ്ത മാനവ രാശിയെയും ഉയർത്തുന്ന ദൗത്യമാണ്. 1973 ഗുരു പൂർത്തിയാക്കിയ ആത്മീയ ദൗത്യം മന്വന്തരങ്ങളിൽ തെറ്റിനിന്ന കാര്യങ്ങളെ ത്യാഗത്തിൽ നിവർത്തിച്ച് പൂർത്തീകരിച്ച ഏറ്റവും വലിയ മഹനീയമായ പൂർത്തീകരണം. നമ്മുടെ ഈ 40 ദിവസത്തെ യാത്രയെ അഥവാ ആശ്രമ ജീവിതത്തെപ്പറ്റി നമ്മൾ പ്രതിഫലിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ, അല്ലെങ്കിൽ എൻ്റെ ഉറച്ചുപോയ വാസനകളെ നിറവേറ്റാനായി ആണോ ഞാൻ ഗുരുവിന്റെ കാരുണ്യവും സ്നേഹവും തേടി ഈ സന്നിധിയിൽ എത്തിയത്? അതോ യഥാർത്ഥത്തിൽ പൂർണ്ണമായും സമർപ്പിക്കാൻ തയ്യാറായിട്ടാണോ? എൻ്റെ കെട്ട വാസനകളിൽ നിന്ന് മുക്തി നേടാൻ, അഹങ്കാരമില്ലാതെ ആകാൻ, ആ ഗുരുവിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ജീവിക്കാൻ എനിക്ക് മനസ്സുണ്ടോ, ഉറപ്പുണ്ടോ? ആ പാത എത്ര ബുദ്ധിമുട്ടായാലും സത്യമായ ഭക്തിക്ക് പൂർണ്ണമായ വിശ്വാസം വേണം, ഗുരുവിൽ അന്ധമായ വിശ്വാസം. ഈ ആത്മനിവേദനം തന്നെയാണ് ഗുരുഭക്തിയുടെ മർമ്മം. ഞാൻ ആഗ്രഹിക്കുന്നതിനെ ചോദിക്കുന്നതിനല്ല, മറിച്ച് എന്നെ ഗുരുവിന്റെ ഇഷ്ടത്തിന് പൂർണ്ണമായും സമർപ്പിക്കുന്നതാണ്. എല്ലാം സമർപ്പിച്ചു കഴിയുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ഗുരുവിനെ നേടുകയാണ്. ഗുരുവിനെ എടുക്കുവാൻ അപ്പോഴേ കഴിയുകയുള്ളൂ. ഗുരു ഒരിക്കൽ ഒരാളോട് പറഞ്ഞു, കുറഞ്ഞ പക്ഷം ഒരു നായുടെ നന്ദിയെങ്കിലും നിനക്കുണ്ടാകണം. യജമാനന് ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് നായ അടുത്ത് ചെന്നാൽ എന്ത് ചെയ്യും? ഓ പട്ടി എന്ന് വഴക്ക് പറഞ്ഞു ഓടിക്കും. കയ്യിൽ വടിയുണ്ടെങ്കിൽ അത് വെച്ച് അടിക്കും. ചൂടുവെള്ളമാണെങ്കിൽ അതായിരിക്കും ഒഴിക്കുന്നത്. എന്തെല്ലാം ചെയ്താലും ആ പട്ടി 3-4 കുരയൊക്കെ കുരച്ച് പറമ്പിലെല്ലാം ഓടി കുറച്ചു കഴിയുമ്പോൾ അതേ യജമാനന്റെ കാൽ ചുവട്ടിൽ തന്നെ വാലുമാട്ടി കിടക്കുന്നത് കാണാം. ഇതുപോലെ വേണം ഗുരുശിഷ്യ ബന്ധവും. ഇല്ലെങ്കിൽ ഗുരുവിന് ഒന്നും ചെയ്യാൻ കഴിയാതെ വരും. നാട്ടുകാരും വീട്ടുകാരും അന്നത്തെ ആശ്രമത്തിന്റെ ചുമതലക്കാരും ബാഹ്യത്തിൽ ഗുരു പോലും പറഞ്ഞിട്ടും നിന്ന ശിഷ്യപൂജിതയാണ് നമുക്ക് ഉത്തമമായ ഉദാഹരണം. ഗുരുശിഷ്യ ബന്ധത്തെപ്പറ്റി നാം കണ്ടതും വായിച്ചറിഞ്ഞതുമായ എല്ലാ ബന്ധങ്ങളും എവിടെ ചെന്ന് നിൽക്കുന്നുവോ അവിടെയാണ് ഗുരുവും ഗുരുവിന്റെ വത്സല ശിഷ്യപൂജിതയുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത്. അത് മഹത്തരങ്ങളിൽ മഹത്തരം. ഗുരുസ്ഥാനം എന്നത് ഗുരു നമ്മളിൽ കാണിച്ച ഏറ്റവും വലിയ സ്നേഹത്തിന്റെ മുകുടോദാഹരണം. ശിഷ്യപൂജിതയുടെ ജീവിതം ഗുരുവിനോടുള്ള വിശുദ്ധമായ അനന്തമായ ഭക്തിയുടെയും സമർപ്പണത്തിന്റെയും തെളിവാണ്.
ഏറ്റവും ഉത്തമമായ മാതൃകയുമാണ്. ഓരോ ചിന്തയും ഓരോ പ്രവൃത്തിയും ഓരോ വാക്കും ഗുരുവിന് ഒരു സമർപ്പണമാണ്, സ്വയം ലയിക്കലും. ആത്മവിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നവപൂജിതം 98ന്റെ ഭാഗമായി നടക്കുന്ന ഈ 41 ദിവസം നീണ്ട പ്രചരണ പരിപാടികളുടെ 40ാം ദിനമാണല്ലോ ഇന്ന്. ഓൺലൈൻ സത്സംഗത്തിന്റെ സമാപന ദിവസവുമാണ്. ഇത്രയും ദിവസം നമുക്ക് സത്സംഗം നടക്കുവാൻ കഴിഞ്ഞത് ഗുരുകാരുണ്യം കൊണ്ട് മാത്രമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നാളെ മറ്റെല്ലാ വ്യാഴാഴ്ചകളെയും പോലെ തന്നെ വീടുകളിൽ പ്രാർത്ഥന ഉണ്ടാകുന്നതാണ്. യാദൃച്ഛികമെന്ന് തോന്നുമെങ്കിലും നമ്മുടെ ഈ പരിപാടിയുടെ 41ാം ദിവസം വരുന്നത് വ്യാഴാഴ്ചയാണ്. ഒപ്പം ഏതെങ്കിലും ഒരു ഏരിയയുടെയോ ജില്ലയുടെയോ സംസ്ഥാനത്തിന്റെയോ രാജ്യത്തിന്റെയോ കോർഡിനേഷനിൽ നടക്കുന്ന സത്സംഗം അല്ല നാളെ. എല്ലാവരും ചേർന്ന് നാളെ 41ാം ദിവസം പ്രാർത്ഥിച്ച് അനുഭവം പങ്കുവെച്ച് പൂർത്തീകരിക്കാനായി ഗുരു തന്ന ഒരു വലിയ അവസരം. എല്ലാ സമർപ്പണവും നവപൂജിതത്തിന്റെ അന്നാണല്ലോ നടക്കുന്നത്. അന്ന് സർവാദരണീയ സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വിയുടെ സമർപ്പണ പ്രഭാഷണം ഉണ്ടായിരിക്കുന്നതുമാണ്. ഈ പ്രചരണ യാത്ര ഗുരുവിന്റെ സ്നേഹാനുഭവങ്ങളിലൂടെ നടന്ന ഒരു ആത്മീയ പ്രയാണമായിരുന്നു. ഈ യാത്രയിൽ സന്യാസി സന്യാസിനിമാരും ബ്രഹ്മചാരി ബ്രഹ്മചാരിണിമാരും ആബാലവൃദ്ധം ഗൃഹസ്ഥരും പങ്കെടുത്തു. കേരളത്തിൽ നിന്ന് ഇന്ത്യയുടെയും ലോകത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് മനുഷ്യവാസം സാധ്യമായ എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നും പല പല ഭാഷകളിലൂടെ ഗുരുവിന്റെ സ്നേഹാനുഭവത്തിന്റെ നീരുറവ ഒഴുകിയെത്തി. ഗുരുവിന്റെ ഓരോ നോക്കിലും ഓരോ പുഞ്ചിരിയിലും ഓരോ ചോക്ലേറ്റ് കൊടുക്കലിലും ഓരോ പരീക്ഷാവേളയിലും വിവാഹത്തിലും ഓരോ ഭൂമിയും വീട് വാങ്ങലിലും ഓരോ ജോലി കിട്ടുന്നതിലും ഓരോ ആരോഗ്യ പ്രശ്ന പരിഹാരത്തിലും സന്യാസത്തിലും ബ്രഹ്മചര്യത്തിലും ഓരോ അനുഭൂതിയിലും അങ്ങനെ നമുക്ക് ഗുരുവിന്റെ സ്നേഹത്തിന്റെ അനുഭവ മാധുര്യം പിന്നെയും പിന്നെയും ഈ ദിവസങ്ങളിൽ നമ്മിലേക്ക് ഒഴുകിയെത്തി. ഈ പ്രചരണ പരിപാടി ആശ്രമം പ്രസിഡന്റ് സർവാദരണീയ സ്വാമി ചൈതന്യ ജ്ഞാന തപസ്വിയാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ്. ഗുരുവിന്റെ ദിവ്യ സന്ദേശം എല്ലാവരിലും എത്തിക്കാൻ സ്വാമി ഞങ്ങളെ പ്രചോദിപ്പിക്കുകയും പിന്തുണ നൽകുകയും ചെയ്തു. ഞങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയിൽ ഗുരുവിന്റെ നാമത്തിൽ സ്വാമിയോട് നന്ദി രേഖപ്പെടുത്തുന്നു. ആശ്രമം ജനറൽ സെക്രട്ടറി സർവാദരണീയ സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി ഈ പരിപാടികളുടെ മുഖ്യ പ്രേരക ശക്തിയാണ്. സ്വാമിയുടെ എല്ലാ അകമഴിഞ്ഞുള്ള സഹായത്തിനും ഞങ്ങൾ ഗുരുനാമത്തിൽ നന്ദി അറിയിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളും സുഗമമായി നടന്നു എന്ന് ഉറപ്പാക്കുന്ന ഞങ്ങൾക്ക് എല്ലാ സഹായവും നൽകിയ സർവാദരണീയ ജന്നി ദിവ്യാജ്ഞാന തപസ്വിക്കും ഗുരുനാമത്തിലുള്ള ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നടന്ന ഈ പരിപാടിയിൽ അതാത് പ്രദേശത്തിൽ നിന്നുള്ള ആളുകളുടെ നിസ്സീമമായ സ്നേഹമാണ് ഈ പ്രവർത്തനം സാധ്യമാക്കിയത്. അതിൽ ചിലരെ മാത്രമേ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ളൂ. വലിയൊരു ഭൂരിപക്ഷം ആളുകളെയും നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. പക്ഷെ അവർ കഠിനമായി കർമ്മം ചെയ്തു. അവരോട് എല്ലാവരോടുമുള്ള ഞങ്ങളുടെ സ്നേഹാദരവുകളും പ്രാർത്ഥനയും ഗുരുനാമത്തിൽ അറിയിക്കുന്നു. ഈ ദിവസങ്ങളിലെല്ലാം ഓൺലൈനിൽ കയറി സത്സംഗങ്ങൾ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ വീക്ഷിച്ച എല്ലാ സർവാദരണീയ സമാദരണീയ ആദരണീയ സന്യാസി സന്യാസിനിമാർക്കും ബ്രഹ്മചാരി ബ്രഹ്മചാരിണിമാർക്കും എല്ലാ പ്രിയ ആത്മബന്ധുക്കൾക്കും ഗുരുനാമത്തിൽ നന്ദിയും പ്രാർത്ഥനയും അറിയിക്കുന്നു. ഈ പ്രചരണ പരിപാടികൾക്കായി സ്നേഹപൂർവ്വം പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട് ആശ്രമത്തിൽ. എല്ലാ പേരുകളും എടുത്ത് പറയാൻ സമയം ഇല്ല എന്നതുകൊണ്ട് ചില പേരുകൾ എന്നാൽ പറയാൻ ആഗ്രഹിക്കുന്നു. സമാദരണീയ ജന്നി കൃപാജ്ഞാന തപസ്വിനി, ഹെഡ് അഡ്മിനിസ്ട്രേഷൻ, ശാന്തിഗിരി ആത്മവിദ്യാലയം. ആദരണീയ ജന്നി വന്ദിത ജ്ഞാന തപസ്വിനി, ഇൻചാർജ് അഡ്മിനിസ്ട്രേഷൻ, ശാന്തിഗിരി ഗുരുമഹിമ. ബ്രഹ്മചാരി ഡോക്ടർ അരവിന്ദ് പി, കോർഡിനേറ്റർ അഡ്മിനിസ്ട്രേഷൻ, ശാന്തിഗിരി ശാന്തിമഹിമ. ബ്രഹ്മചാരി അഖിൽ ജെ എൽ, കോർഡിനേറ്റർ അഡ്മിനിസ്ട്രേഷൻ, ശാന്തിഗിരി ഇൻഫർമേഷൻ ടെക്നോളജി. ഡോക്ടർ ഹരിദാസ് ടി, അസിസ്റ്റന്റ് അഡ്വൈസർ അഡ്മിനിസ്ട്രേഷൻ, ശാന്തിഗിരി ആത്മവിദ്യാലയം. ശ്രീ പി എം മുകുന്ദൻ. ശ്രീ ഷാജി ബി, സീനിയർ മാനേജർ അഡ്മിനിസ്ട്രേഷൻ, ശാന്തിഗിരി വിശ്വസാംസ്കാരിക നവോത്ഥാന കേന്ദ്രം. NN കമ്മ്യൂണിക്കേഷനിൽ നിന്നും ശ്രീ അജിമോൻ ടി എ, ശ്രീ അരുൺ കെ വി. ശാന്തിഗിരി മാതൃമണ്ഡലത്തിലെ ശ്രീമതി സ്നേഹജ, ശ്രീ ജ്ഞാനമിത്രൻ. എല്ലാവരോടുമുള്ള സ്നേഹാശംസകൾ ഗുരുനാമത്തിൽ നന്ദിയും പ്രാർത്ഥനകളും അറിയിക്കുന്നു. എന്നെപ്പോലെയുള്ള ഒരാൾക്ക് ആമുഖം സംസാരിക്കാനുള്ള അവസരം, സുവർണ അവസരം ഗുരു നൽകിയത്
ഒരു മഹാ അനുഗ്രഹമാണ്. അതിരുകളില്ലാത്ത ഒരു സ്നേഹമാണ്, കാരുണ്യമാണ്, കരുതലാണ്. ഈ സത്സംഗങ്ങളിൽ ഞാൻ സ്വന്തമായി ഒന്നും തന്നെ യഥാർത്ഥത്തിൽ ചെയ്തിട്ടില്ല. എല്ലാം പൂർണ്ണമായും ഗുരുവിൻ്റെ ആ കാരുണ്യവും സ്നേഹവും കരുതലും തന്നെ. ഇത് എനിക്ക് വലിയൊരു അനുഭവമായി മാറിയിരിക്കുന്നു. ഈ അപാര സ്നേഹത്തിന്റെ മുന്നിൽ ഞാൻ സമർപ്പിച്ച് നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരോടും നാളെ പ്രാർത്ഥിച്ച് അനുഭവം പങ്കുവെച്ച് 41-ാം ദിവസത്തിന്റെ കർമ്മവും പൂർത്തീകരിക്കണമേ എന്ന് അറിയിച്ചുകൊണ്ട് ഗുരുവിന്റെ ഈ വീർപ്പുമുട്ടിക്കുന്ന സ്നേഹവും കരുണയും കരുതലും എല്ലായിടത്തും എല്ലാവരിലും എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുവിന്റെ തൃപ്പാദ പത്മങ്ങളിൽ സമർപ്പിക്കുന്നു. സദ്ഗുരുവേ ശരണം. സദ്ഗുരുവേ ശരണം. അടുത്തതായി ഗുരുവിന്റെ സ്നേഹം എന്ന വിഷയത്തിൽ അനുഭവം പങ്കുവയ്ക്കുന്നതിനായി ആദ്യമായി സമാദരണീയ സ്വാമി തനിമോഹൻ ജ്ഞാന തപസ്വിയെ ഗുരുനാമത്തിൽ ക്ഷണിക്കുന്നു. മറ്റേ ക്ഷണിച്ചു സ്വാമിനെ ക്ഷണിച്ചു. ഇനിയിപ്പോ അനുഭവം വഹിക്കാനായി കേൾക്കാമോ? ആദ്യമായിട്ട് ആശ്രമത്തിൽ വരുന്നത് 1986-ലാണ്. അന്ന് ഞങ്ങൾ 3 പേര്, ഞാനും ചൈതന്യസ്വാമിയും ചേർത്തിര അനിലും, ഞങ്ങൾ 3 പേര് ഒരുമിച്ചാണ് ഗുരുവിനെ ആദ്യമായി കാണുന്നത്. ആശ്രമത്തെക്കുറിച്ച് അറിയുന്നത് തൈക്കയിലുള്ള നമ്മുടെ കനകമ്മ ചേച്ചി, അതായത് അജിത ഹർമന്റെ അമ്മയാണ് ഗുരുവിനെ കുറിച്ചും ആശ്രമത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങൾ ആശ്രമത്തിലെത്തുന്നത്. ഗുരുവിനെ കണ്ടതിന് ശേഷം ഗുരുവിനെ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ളൊരു മനസ്സുണ്ടായില്ല. കാരണം ഗുരുവിനെ വിട്ടുപോകാനൊരു മനസ്സിന് വല്ലാത്തൊരു വേദനയായിരുന്നു. അങ്ങനെ 2-3 ദിവസം അവിടെ നിന്നതിന് ശേഷമാണ് ഗുരു ഞങ്ങളെ പറഞ്ഞയക്കുന്നത്. വീണ്ടും ഒരു വന്നും പോയി നിൽക്കാൻ പറഞ്ഞിരുന്നു. കൂടെ ആശ്രമത്തിൽ വരികയും ഗുരുവിനെ കാണുകയും ചെയ്തിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണമെന്ന ഒരു ആഗ്രഹമുണ്ടായിരുന്നു. ഗുരുവിനെ അറിയിച്ചപ്പോൾ ഗുരു പറഞ്ഞു, നിങ്ങൾ ആയുർവേദത്തിന്റെ ഒരു ഏജൻസി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഗുരു പറഞ്ഞു, നിങ്ങൾ പോയി കട അന്വേഷിക്കുവാൻ പറഞ്ഞു. അങ്ങനെ ചേർത്തലയിൽ വന്ന് പൊന്നാമളി എന്ന സ്ഥലത്ത് നമ്മുടെ തൈക്കയിലുള്ള രവീന്ദ്രൻ ചേട്ടൻ്റെ അവിടെ ആധാരത്തെ ഓഫീസുണ്ട്. അദ്ദേഹത്തിനോട് ഗുരു പറഞ്ഞ് കാര്യം അറിയിച്ചപ്പോൾ അദ്ദേഹം അവിടെ അടുത്തുള്ള ഒരാളോട് ചെന്ന് കടയെ അന്വേഷിക്കുകയും കട ഞങ്ങൾക്ക് തരാമെന്ന് പറയുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തെ ഞങ്ങൾ നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അന്ന് വൈദ്യശാല നടത്താനുള്ള എല്ലാ ഫർണിച്ചറും എല്ലാ സാധനങ്ങളും അന്ന് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് അതും കൂടി തന്നു. അതുകൊണ്ട് ഉടനെ തന്നെ 1997 തന്നെ കട ആരംഭിച്ചു. കട തുടങ്ങിയ ഒരു 6 മാസത്തിന് ശേഷം ഗുരു എറണാകുളം ആശ്രമത്തിൽ വരണമെന്ന് അറിഞ്ഞു. അപ്പൊ ഗുരു ഞങ്ങൾ കടയിൽ വരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഗുരുവിനെ അറിയിച്ചപ്പോൾ പോകുന്ന വഴി അവിടെ ഇറങ്ങാമെന്ന് ഗുരു പറഞ്ഞു. ഗുരു എറണാകുളം ആശ്രമത്തിലേക്ക് പോകുന്ന വഴി കടയിൽ ഇറങ്ങുകയും കടയിൽ വന്ന് 1 മണിക്കൂറോളം ഗുരു അവിടെ വന്ന എല്ലാവരോടും സംസാരിക്കുകയും ഗുരു അവിടെ കടയിൽ വിളക്ക് കത്തിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു.
അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമായിരുന്നു. 1998 ഏലൂർ FACT മാർക്കറ്റിൽ രണ്ടാമതൊരു കട തുടങ്ങി. അവിടെ ഡോക്ടറായിട്ട് വന്നത് നമ്മുടെ ഖേമതല ഡോക്ടറായിരുന്നു. അത് ഡോക്ടർ ആശ്രമമായിട്ട് ബന്ധപ്പെടുന്നത് അങ്ങനെയാണ്. ശേഷം അക്കാലത്ത് ഞാൻ എറണാകുളം ആശ്രമമായിട്ട് എപ്പോഴും എറണാകുളം ആശ്രമത്തിൽ എത്തുമായിരുന്നു. അന്ന് ഇവിടെ നമ്മുടെ നിർമുഖ സ്വാമി ആശ്രമത്തിലുള്ള ഇവിടെ എറണാകുളത്തെ ആശ്രമത്തിൽ ഭക്തിപ്രകാശ് സ്വാമിയുടെ കൂടെ നിൽക്കുന്ന കാലം, സ്വാമിയായിട്ടല്ല, പൂർവാശ്രമത്തിലെ തങ്കപ്പൻ. ഞാൻ വരുമ്പോഴൊക്കെ തിരുവനന്തപുരം ആശ്രമത്തിൽ നിൽക്കണമെന്ന് അദ്ദേഹത്തോട് പറയുമായിരുന്നു. അദ്ദേഹം ഒരു ദിവസം ഗുരുവിനെ അറിയിച്ചു. ഗുരു എന്നോട് തിരുവനന്തപുരത്തേക്ക് ചെല്ലാനായിട്ട് അറിയിച്ചു. അങ്ങനെ 1991 ഞാൻ ആശ്രമത്തിൽ നിൽക്കാനായിട്ട് എത്തുന്നത്. ആശ്രമത്തിലെത്തി ഗുരുവിനെ രാവിലെ കണ്ട സമയത്ത് ഗുരു ശിഷ്യപൂജയിൽ പറഞ്ഞ അവൻ എന്താണോ ആഗ്രഹം അതനുസരിച്ച് ചെയ്യാം. അങ്ങനെ ശിഷ്യപൂജ എന്നെ സിദ്ധത്തിലേക്ക് പറഞ്ഞു വിട്ടു. എൻ്റെ ആദ്യ കർമ്മം സിദ്ധത്തിലായിരുന്നു. സിദ്ധത്തിൽ ഏകദേശം 2 വർഷം സിദ്ധത്തിൽ കർമ്മം ചെയ്തിരിക്കുന്ന കൂടെ തന്നെ ആശ്രമത്തിലെ പ്രാർത്ഥനാലയത്തിൻ്റെ പ്രാർത്ഥനാ മണ്ഡപം വൃത്തിയാക്കലും പർണശാല വൃത്തിയാക്കലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് ഗുരു എന്നെ വിളിച്ചിട്ട് അങ്ങാടിക്കടയിലേക്ക് പോകാൻ പറയും. അങ്ങാടി മരുന്നുകളെ കുറിച്ച് ഒന്നും തന്നെ അറിയത്തില്ല. അങ്ങാടി മരുന്ന് എന്താണെന്ന് പോലും അറിയാത്ത എന്നെയാണ് ഗുരു അങ്ങാടി കടയിലേക്ക് പറഞ്ഞു വിട്ടു. ഗുരു പറഞ്ഞു. അപ്പൊ അവിടെ ഒരു 5 വർഷം അങ്ങാടിക്കടയിൽ നിന്നതിന് ശേഷം ഗുരു വിളിച്ചിട്ട് കല്ലാർ ആശ്രമത്തിലേക്ക് പോകാനായിട്ട് അനുവദിച്ചു. അന്ന് 2-3 ബ്രഹ്മചാരികളെ വിളിച്ചിട്ട് 2 പേരെ മധുര ആശ്രമത്തിലേക്കും എന്നെ കല്ലാർ ആശ്രമത്തിലേക്കുമാണ് ഗുരു അയച്ചത്. അക്കാലത്ത് ആരാധന ചെയ്യാനുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഗുരുവിനോട് ആരാധന ചെയ്യുന്ന കാര്യം ചോദിച്ചപ്പോൾ പിന്നീട് ആകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കൈലാസാശ്രമത്തിൽ ചെന്നപ്പോൾ ആരാധന ചെയ്യാനുള്ള അനുവാദം തന്നു. അവിടെ ആരാധന ചെയ്യാൻ ആരും ഇല്ലാത്തൊരു സമയം. കുമ്മളിയിലുള്ള ഒരു കരുണാരമാമൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് ശാരീരികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. 8 നേരത്തെ ആരാധനയുള്ള സ്ഥലമാണ് കല്ലാർ ആശ്രമം. അവിടെ നിന്ന് എല്ലാ ആരാധന ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടായി. അങ്ങനെ കല്ലാർ ആശ്രമത്തിൽ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും മാനസികമായിട്ട് പല വിഷമങ്ങളും ഉണ്ടാകാറുണ്ട്. ആ സമയത്തൊക്കെ ഗുരുവിൻ്റെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ആ വേദനകളൊക്കെ മാറിപ്പോകും. ഒരു ദിവസം ഞാൻ ശിഷ്യപൂജ എന്നോട് പറഞ്ഞു, എനിക്ക് അവിടെ നിന്ന് മാറണമെന്ന് എന്നെ അറിയിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, നിന്നെ വിട്ടത് ഗുരുവാണ്, ഗുരു പറയട്ടെ അന്നേരം മാറാമെന്ന്. അങ്ങനെ പിന്നീട് ഞാൻ മാറുന്ന കാര്യം ചോദിച്ചിട്ടില്ല. ഒരു ദിവസം ശിശുപതിനെ അറിയിച്ചു. പെട്ടെന്ന് വീട്ടിൽ പോയി അമ്മയെ കാണാൻ പറഞ്ഞു. ചേർത്തലയിലുള്ള വീട്ടിൽ പോയിട്ട് അമ്മയെ ഇന്ന് തന്നെ പോയി കാണാൻ പറഞ്ഞു. ഞാൻ വീട്ടിലെത്തിയപ്പോൾ ചെന്ന സമയത്ത് അമ്മയ്ക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, സന്തോഷമായിട്ടിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അറിയിച്ചു, ഇന്ന് തിരിച്ചു പോരണ്ട, അവിടെ നിന്ന് നാളെ പോന്നാൽ മതിയെന്ന്. ഇന്ന് വീട്ടിൽ താമസിക്കണ്ട, ഗുരുരത്നസ്വാമിയുടെ വീട്ടിൽ പോയി താമസിക്കാൻ പറഞ്ഞു. അങ്ങനെ അന്നത്തെ ദിവസം അവിടെ താമസിച്ചു. വെളുപ്പിന് 5 മണിയായപ്പോൾ ഒരു ഫോൺ വന്നു, അമ്മ പോയി എന്ന്. അപ്പം ആ സമയത്ത് അന്ന് എന്നെ വീട്ടിലായിരുന്നെങ്കിൽ എൻ്റെ അമ്മയെ എനിക്ക് നേരിട്ട് കാണാൻ കഴിയില്ലായിരുന്നു. അമ്മയുടെ എല്ലാ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് തിരിച്ച് കല്ലാർ ആശ്രമത്തിലേക്ക് പോയി. തിരിച്ച് തിരുവനന്തപുരം ആശ്രമത്തിൽ വന്ന സമയത്ത് ശിശുപൂജ പറഞ്ഞു, അമ്മയ്ക്ക് വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ടോ എന്ന്. ഇതിൽ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മളെ സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതോടൊപ്പം നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ കർത്തവ്യങ്ങളെയും ഗുരു വേണ്ട സമയത്ത് വേണ്ടതുപോലെ നമ്മളുടെ കൂടെ നിന്ന് ഗുരു ചെയ്തു തരുന്നു. എൻ്റെ ജീവിതത്തിലേത് എല്ലാ കാര്യങ്ങളും ഗുരു ഭംഗിയായി നടത്തി തന്നു. ബ്രഹ്മചാരിയായിട്ടും സന്യാസിയായിട്ടും
നീണ്ട കാലം നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ മഹാഭാഗ്യമായി കഴിയുന്നു. എൻ്റെ വാക്കുകൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ പരമകാരുണ്യവനായ ഗുരുവിൻ്റെ തൃപ്പാദങ്ങളിൽ എൻ്റെ ഈ എളിയ വാക്കുകൾ സമർപ്പിക്കുന്നു. സദ്ഗുരുവേശ്വരൻ. സദ്ഗുരുവേശ്വരനും ഈ സത്സംഗത്തിൽ നമ്മുടെ ആശ്രമം ജനറൽ സെക്രട്ടറി സർവാദരണീയ സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി കയറിയതായി കാണുന്നുണ്ട്. ഓൺലൈൻ സമാപന ദിനമായ ഇന്ന് സ്വാമി നമ്മളോട് സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദരപൂർവം സ്വാമിയെ സംസാരിക്കാനായി ക്ഷണിക്കുകയാണ്. സദ്ഗുരുവേശ്വരനും. യാത്ര ചെയ്തോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കേൾക്കാമോ? കേൾക്കാം സാർ. എല്ലാവർക്കും എൻ്റെ സ്നേഹാദരങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഗുരുവിന്റെ കാരുണ്യം എല്ലാവർക്കും ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. ആത്മവിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും സവിശേഷമായ ഒരു കർമ്മത്തിനാണ് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചത്. 41 ദിവസം ഒരു വ്രതം പോലെ എല്ലാവരും ഇത് ഏറ്റെടുത്തു എന്ന് കാണുന്നതിൽ വളരെ വലിയ സന്തോഷമുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നമ്മുടെ വിശ്വാസികളെ മാത്രമല്ല, ലോകത്തിലെ പ്രമുഖമായ രാജ്യങ്ങളെ ഒന്നടങ്കം ഒരു ചരടിൽ കോർത്ത മന്ദാരപ്പൂ പോലെ അതിന്റെ സുഗന്ധം നമുക്ക് അനുഭവിക്കുവാൻ സാധിച്ചു. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഞാൻ കാണുന്നത്. ഗുരുവിന്റെ സ്നേഹത്തിൽ അധിഷ്ഠിതമായി സംസാരിച്ച വിഷയങ്ങളെല്ലാം തന്നെ ഓരോരുത്തരും എത്രത്തോളം ഗുരുവിനോട് അഗാധമായി അടുത്തിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവായി. അത് കേൾക്കുവാൻ ഭാഗ്യം ലഭിച്ചത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമാണ്. സുദീർഘമായ ഒരു സംഭാഷണത്തിന് ഞാൻ മുതിരുന്നില്ല. ഞാൻ നേരത്തെ ബഹുമാന്യനായ ഡോക്ടർ കിരൺ അവറുകളോട് സംസാരിച്ചിരുന്നു. ഇന്ന് ഇതിന്റെ ഒരു കൺക്ലൂഷനാണ് ഇവിടെ നടക്കുന്നത് ഈ സത്സംഗത്തിന്റെ. നാളെ വ്യാഴാഴ്ച എല്ലാ സ്ഥലങ്ങളിലും പ്രാർത്ഥന നിറഞ്ഞൊഴുകുമ്പോൾ ഈ സത്സംഗത്തിന്റെ കാര്യങ്ങളെല്ലാം തന്നെ അതിന്റെ പൂർണ്ണമായ ഒരു സ്ഥായി ഭാവത്തിലേക്ക് എത്തിച്ചേരുമെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. നമുക്കറിയാം, 8-ാം തീയതി നമ്മുടെ ഗുരുവിന്റെ ജന്മദിനമാണ്, നവപൂജിതമാണ്. ഒന്നടങ്കം ആഘോഷിക്കേണ്ടുന്ന ഏറ്റവും വിപുലമായ ഒരു ആഘോഷം. അത് സ്നേഹത്തിൻ്റെതാണ്, ഗുരുവിന്റെ കരുതലിൻ്റെതാണ്, കാരുണ്യത്തിൻ്റെതാണ്. അതിൽ ഭാഗവാക്കാകുവാൻ ഈ പുരുഷായുസിനുള്ളിൽ നമുക്ക് ഭാഗ്യം ലഭിച്ചത് ദൈവനിയോഗമാണ്, നമ്മുടെയൊക്കെ ജീവന്റെ ഭാഗ്യമാണ്. 8-ാം തീയതി ആശ്രമത്തിൽ നടക്കുന്ന വിവിധങ്ങളായ ഭക്തി നിർഭരമായ ഒരു സങ്കല്പത്തിൽ അധിഷ്ഠിതമായ കർമ്മത്തിലേക്ക് അതിന്റെ പുണ്യം പങ്കിട്ടെടുക്കുവാൻ എല്ലാവരെയും ഞാൻ സാദരം ക്ഷണിക്കുന്നു. പ്രത്യേകിച്ചും ആരെയും ഗുരുവിന്റെ കാര്യത്തിനായിട്ട് നമ്മൾ വിളിക്കേണ്ടുന്ന ആവശ്യമില്ല. അത് നമ്മുടെ കടമയേക്കാൾ ഉപരിയായി എല്ലാവരുടെയും അവകാശമാണ്. അതിനെ മുൻനിർത്തി നമ്മളെല്ലാവരും ഈ കർമ്മരഥയുടെ ഭാഗമായി തീരുവാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നേരത്തെ
സൂചിപ്പിച്ചതുപോലെ കിരൺ അതിനെക്കുറിച്ച് വളരെ വിശദമായി സംസാരിച്ചതുകൊണ്ട് ഞാൻ ആ കാര്യത്തിലേക്ക് കടക്കുന്നില്ല. നേരിട്ടും അല്ലാതെയും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒട്ടനവധി ആളുകളുണ്ട്. അവരോട് എല്ലാവരോടുമുള്ള സ്നേഹാദരങ്ങൾ അറിയിക്കുന്നു. മാത്രമല്ല, എല്ലാ ദിവസവും അഭൂതപൂർവമായ പങ്കാളിത്തം കൊണ്ട് വളരെ സജീവമായിരുന്നു നമ്മുടെ ഈ സത്സംഗം. ശാന്തിഗിരി പരമ്പര ഒന്നടങ്കം അത് ഹൃദയത്തിൽ ഏറ്റെടുത്തു എന്ന് കാണുന്നതിലും വളരെ സന്തോഷമുണ്ട്. ആത്മവിദ്യാലയം ഗുരുവിന്റെ നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ പുതിയൊരു സമീപനമാണ്. അതിന്റെ മുന്നോടിയായിട്ടായിരുന്നു അവധൂത യാത്ര നടത്തിയത്. അതിനോടനുബന്ധിച്ചുള്ള വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നടന്നു വരുന്നു. ഈ അവസരത്തിൽ എനിക്ക് ശേഷവും ആളുകൾ സംസാരിക്കുവാൻ ഉള്ളതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു സന്തോഷം ഞാൻ പങ്കുവെക്കുന്നു. ഗുരുവിന്റെ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ജീവന്റെ സന്തോഷമാണ്. നമ്മുടെ ജീവന്റെ സന്തോഷം എന്ന് പറയുന്നത് ഗുരുവിന് നമ്മളോടുള്ള കരുതലാണ്. ആ കരുതൽ നമ്മളെ എല്ലാവരെയും രക്ഷിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വിശ്വാസത്തിന്റെ ഉറപ്പിൽ നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ 8-ാം തീയതി വൈകുന്നേരമാണ് സംസാരിക്കുവാനായിട്ട്. സാധാരണ നവപൂജിതം അല്ലെങ്കിൽ ആഘോഷ ദിവസങ്ങളിൽ എല്ലാവരും തിരിച്ചു പോകുന്നതിന് തൊട്ട് മുമ്പായി, അല്ലെങ്കിൽ കുംഭമേളയും അല്ലെങ്കിൽ ദൈവപ്രദർശനവും ഒക്കെ കഴിയുമ്പോൾ എല്ലാവരോടും സംസാരിക്കുവാനുള്ള ഒരു നിർദ്ദേശം എനിക്ക് ലഭിക്കാറുണ്ട്. പലപ്പോഴും പല തിരക്കുകൾക്കിടയിൽ ഓടി നടന്നിട്ട് ആ സമയം വരുമ്പോഴാണ് നമ്മൾ ആ പോഡിയത്തിന്റെ മുമ്പിൽ പ്രധാനമായും നിൽക്കുന്നത്. എന്ത് പറയണമെന്നറിയാത്തൊരു ശൂന്യത പലപ്പോഴും എന്നെ ബാധിക്കാറുണ്ട്. കാരണം ഗുരുവിന്റെ കാര്യങ്ങൾ ദിവസങ്ങളോളം കർമ്മങ്ങളായി ചെയ്ത് ആ കാര്യത്തിന്റെ ഒരു അനുഗ്രഹീതമായ സബലീകരണം അതിന്റെ എല്ലാ അർത്ഥത്തിലും നിറയുമ്പോൾ നമ്മളൊക്കെ ഉള്ളിൽ വലിയ വാക്കും അനുഭവിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ആ പോഡിയത്തിന് മുമ്പിൽ എത്തുമ്പോൾ നേരത്തെ ഇവിടെ കിരൺ പറഞ്ഞതുപോലെ ഞാൻ ഒരിക്കലും സംസാരിച്ചു എന്ന് എനിക്ക് പറയാൻ സാധിക്കുകയില്ല. നമ്മുടെ ഉള്ളിലേക്ക് കുരുപ്പെടുത്തി തരുന്ന ചില വാക്കുകളുണ്ട്. ആ വാക്കുകൾക്ക് തീ പിടിക്കുമ്പോൾ നമ്മൾ ഗുരുവിന്റെ സ്നേഹത്തെക്കുറിച്ച് ലോകത്തിലേക്ക് പകരും. അത് വെളിച്ചമായി ജനങ്ങളുടെ ഹൃദയങ്ങളിൽ അഗ്നി പകരും. ആ സ്നേഹത്തിന്റെ ചൂടാണ്, ആ സ്നേഹത്തിന്റെ മാധുര്യമാണ്, ആ സ്നേഹത്തിന്റെ നൈരന്തര്യമാണ് ഗുരുവുമായി നമ്മളെ എല്ലാവരെയും കൂട്ടിയിണക്കുന്ന കാതൽ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു മഹാസമുദ്രത്തിൽ നിന്നും ഒരു കപ്പ് വെള്ളം എടുത്തു വെച്ചതുപോലെയാണ് ഗുരുവിന്റെ മുമ്പിൽ നമ്മളെ പോലെയുള്ള ആളുകൾ. നമ്മൾക്ക് ഒരു കാലഘട്ടത്തിൽ ഈ ആശ്രമത്തിന്റെ പ്രസ്ഥാനത്തിന്റെ പരമ്പരയുടെ ഭാഗധേയത്വം മുന്നോട്ട് കൊണ്ടുപോകുവാൻ വലിയ അവസരങ്ങൾ നമുക്ക് തരും. സന്യാസിമാരായിക്കോട്ടെ, ബ്രഹ്മചാരികളായിക്കോട്ടെ, പരമ്പരയിലെ ഭക്തന്മാരായിട്ടുള്ള ആളുകളായിക്കൊള്ളട്ടെ, എല്ലാവർക്കും ആ സ്നേഹമാണ് ഗുരു പകർന്നു തരുന്നത്. ആ സ്നേഹമാണ് നമ്മുടെ വാക്കുകളിലൂടെ, പ്രവൃത്തിയിലൂടെ, ചിന്തയിലൂടെ ഒക്കെ എപ്പോഴും ഉണ്ടാകേണ്ടത്. നമുക്ക് വീണ്ടും നവപൂജം ദിവസം കാണാമെന്ന് കൂടി ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മളെ എല്ലാവരെയും 41 ദിവസം ഒരുമിച്ച് കാണുവാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു. എല്ലാ ദിവസവും എനിക്ക് മീറ്റിങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് സാധിച്ചിരുന്നില്ല. കാരണം ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ യാത്രകളോ
അല്ലെങ്കിൽ മറ്റ് തിരക്കുകളോ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ യൂട്യൂബിൽ ആ കാര്യങ്ങൾ ഞാൻ കാണാറുണ്ട്. വലിയ വലിയ അനുഭവങ്ങൾ, അതാണ് എനിക്കതിനെ കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ളത്. എത്രയോ ആളുകളുടെ കണ്ണീരിൽ കുതിർന്ന അനുഭവങ്ങൾ, മധുരം പൊതിഞ്ഞ തേൻ കിനിയുന്ന അനുഭവം, ഇടർച്ചയുള്ള തേങ്ങലുകളുള്ള വിതുമ്പലുകളുള്ള അനുഭവങ്ങൾ, വലിയ തകർച്ചയുടെ ചൂടുകൾ അതിൽ നിന്നും ഒരു കരയിൽ കൊണ്ടുവന്ന അനുഭവം, ആത്മീയമായ നഭസിൽ ഓരോരുത്തരെയും കൂട്ടിച്ചേർത്ത ദർശനത്തിന്റെ അനുഭവങ്ങളുടെ ഒക്കെ കാതൽ ഇത് നമുക്ക് പകർത്താം. ഇത് നമുക്കൊരു പുതിയ വെളിച്ചമാണ്. നവപൂജിതം എന്ന് പറയുന്നത് പോലെ ഇത് വലിയ വെളിച്ചമായി എന്ന് നമ്മുടെ പരമ്പരയിൽ നിറയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ അവസരത്തിൽ ആത്മവിദ്യാലയത്തോടുള്ള എൻ്റെ സ്നേഹാദരങ്ങൾ അറിയിക്കുന്നു. ശാന്തിഗിരിയുടെ അതിനൂതനമായ ഒരു കർമ്മ പദ്ധതി എന്നുള്ള നിലയിൽ ആത്മവിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും എന്നതിൽ യാതൊരു സംശയവും. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹാദരങ്ങൾ. കഴിയുന്നതും എല്ലാവരും നവപൂജിത ദിനത്തിൽ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നു. അഗ്നിശമനങ്ങളൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്നറിയാം. എന്നാൽ കഴിവതും എല്ലാവരും ഈ സുദിനത്തിൽ നമ്മുടെ ആശ്രമത്തിൽ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനിയും എല്ലാവർക്കും ഇതുപോലെ ഒരുമിച്ച് ഇരിക്കുക. 41 ദിവസം സ്ഥിരമായി ഈ ഒരു ദിവസം പോലും മുടക്കാതെ ഈ ഗൂഗിൾ മീറ്റിൽ കയറുന്ന ആളുകളുണ്ടായിരുന്നു. ഒട്ടനവധി ആളുകളെ ഒരു റാൻഡം പോലെ ഞാൻ പലപ്പോഴും കയറുന്ന സമയത്ത് കാണുവാനായിട്ട് സാധിച്ചു. അതൊക്കെ ആത്മവിദ്യാലയം പങ്കുവച്ച ധന്യതയാണ്. ആത്മവിദ്യാലയത്തിന്റെ പ്രവർത്തകരോടുള്ള സ്നേഹാദരങ്ങൾ അറിയിക്കുന്നു. ഇത്രയും ദിവസം ഇതിൽ കയറിയ നമ്മുടെ ഗുരുവിശ്വാസികളോടുള്ള എൻ്റെ സ്നേഹം അറിയിക്കുന്നു. സന്യാസി, സന്യാസിനി, ബ്രഹ്മചാരി, ബ്രഹ്മചാരികൾ എല്ലാവരും അടങ്ങുന്ന ഗുരുവിന്റെ സമൂഹത്തോടുള്ള എൻ്റെ സ്നേഹാദരം അറിയിക്കുന്നു. സർവോപരി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു GR കിരൺ ഡോക്ടർ, അതുപോലെ കൃപാജനനി, അതുപോലെ ദിവ്യജനനി ഡോക്ടർ, വദ്രിത ജനനി, ബ്രഹ്മചാരി അരവിന്ദ്, ഇവരാണ് ഇതിന് കൃത്യമായ നേതൃത്വം കൊടുക്കുകയുണ്ടായത്. നമുക്കൊക്കെ പുറകിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെറുതായിട്ടെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാനേ സാധിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഇതുപോലെ കൃത്യമായി കൃത്യസമയത്ത് മറ്റുള്ളവർ സുഗ്രീശന് നമുക്ക് കാര്യപരിപാടിയുമായിട്ട് മുന്നോട്ട് പോകാം. സദ്ഗുരുശരണം. അടുത്തതായി ഗുരുവിന്റെ സ്നേഹം എന്ന വിഷയത്തിൽ അനുഭവം പങ്കുവയ്ക്കുന്നതിനായി പള്ളുരുത്തി ഏരിയയിൽ നിന്നുള്ള ശ്രീ മുരളീധരൻ നായരെ ക്ഷണിച്ചുകൊള്ളുന്നു. കേൾക്കാമോ സാറേ? കേൾക്കാം. ഗുരുവേ ശരണം.
എൻ്റെ എല്ലാമായ ഗുരുവെ പ്രാർത്ഥിച്ചുകൊണ്ട് അഭിവന്ദ്യ ശിഷ്യപൂജിതയെ നമിച്ചുകൊണ്ട് ആശ്രമം പ്രസിഡന്റ് സർവാദരണീയ സ്വാമി ചൈതന്യ ജ്ഞാന തപസി, ആശ്രമം സെക്രട്ടറി സർവാദരണീയ സ്വാമി ഗുരുരത്നം ജ്ഞാന തപസി, സർവാദരണീയരും സമാദരണീയരും ആദരണീയരുമായ സന്യാസിനിമാർ, ആദരണീയരായ ബ്രഹ്മചാരിണിമാർ, ഡോക്ടർ കിരൺ സാർ, തനിമോഹൻ സ്വാമി, അതുപോലെ ലോകമെമ്പാടും നമ്മുടെ ഈ സത്സംഗം കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്ന എല്ലാ ആത്മബന്ധുക്കൾക്കും എൻ്റെ സാദര പ്രണാമം. ഈ ഒരു സത്സംഗത്തിൽ ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയതിൽ വളരെ സന്തോഷം. ഞാൻ 1997 ആദ്യമായിട്ട് എറണാകുളം ആശ്രമത്തിലെത്തുന്നത്. അതിനുശേഷം 3 വർഷക്കാലം എറണാകുളം ആശ്രമവും ചന്ദ്രൂർ ആശ്രമവുമായിട്ട് കർമ്മങ്ങളും ഒക്കെ ചെയ്ത് വന്നിരുന്നു. കുറെ കാലം കഴിഞ്ഞ് വീട്ടിൽ ഭയങ്കരമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വരികയും എറണാകുളത്ത് സ്വാമിയോട് ചെന്ന് പറയുകയും, എന്തുണ്ടെങ്കിലും സ്വാമിയോട് ചെന്ന് പറയുകയും സ്വാമി അത് പ്രാർത്ഥിക്കാൻ പറയുകയും എപ്പോഴും പോയി പ്രാർത്ഥിക്കുകയും, അങ്ങനെ നമ്മുടെ വീട്ടുകാരത്തി ഒരു ദിവസം ഭയങ്കര പ്രയാസപ്പെട്ടിട്ട് സ്വാമിയോട് പറഞ്ഞു, സ്വാമി ഞങ്ങൾ ഈ നാട്ടിൽ നിന്നും പോവുകയാണ്, നിൽക്കാൻ വയ്യ. അങ്ങനെ ഒരു പ്രയാസം വന്നപ്പോൾ സ്വാമി ചോദിച്ചു, പോവാണോ? പോകാൻ വരട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഗുരു അവിടെ നമ്മളെ വിട്ടില്ല. ഇന്ന് വെളുപ്പിന് ഒരു 4 മണിയായപ്പോൾ ഞാൻ വേസ്റ്റ് കൊണ്ട് കളയാനായിട്ട് കോർപ്പറേഷൻ്റെ ബിന്നിലിടാനായിട്ട് പോകുന്നു. അപ്പോഴാണ് നമ്മുടെ അടുത്തുള്ള ആ വീട്ടിലെ ചേച്ചി മുറ്റം അടിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു. അപ്പോൾ എന്നോട് ചോദിക്കുന്നു, മുരളി, ക്യൂബയ്ക്ക് പോകാനൊരു ചാൻസ് വന്നിട്ടുണ്ട്, പോകുന്നുണ്ടോ? അപ്പോൾ എനിക്കറിയില്ല ഈ ക്യൂബ എവിടെയാണെന്നോ ഒന്നും. അങ്ങനെ ഞാൻ പറഞ്ഞു, ചേച്ചി പറയാം. അങ്ങനെ മോളോട് വന്ന് ചോദിക്കുന്നു. മോൾ അറ്റ്ലസ് നോക്കിയിട്ട് പറഞ്ഞു, ഇത് അമേരിക്കയുടെ അടുത്താണ് അച്ഛാ, നോക്കാൻ പറഞ്ഞു, പോകാൻ പറ്റുമോ? അച്ഛൻ ഇംഗ്ലീഷൊക്കെ അറിയാമോ? ഒക്കെ അവൾ ചോദിച്ചു കളിയാക്കി. എന്നിട്ട് സ്വാമിയോട് വന്ന് പറഞ്ഞു, സ്വാമി ഇന്ന പോലെ ഒരു അവസരം വന്നിട്ടുണ്ട്, ഞാൻ പോകട്ടോ? സ്വാമി പറഞ്ഞു, പെട്ടെന്ന് പൊയ്ക്കോ. വന്ന് ഞങ്ങൾ നാട്ടിൽ പോവുകയാണ് എന്ന് പറഞ്ഞതും സ്വാമി പോകാൻ വരട്ടെ എന്ന് പറഞ്ഞതും ഇതിനായിരുന്നോ എന്ന് എനിക്ക് സംശയമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് അനുവാദമൊക്കെ വാങ്ങി തിരിച്ചു വന്നിട്ട് ക്യൂബയ്ക്ക് പോയി. 2 വർഷക്കാലം അവിടെ നിന്ന് കടമായി കിടന്ന എനിക്ക് എൻ്റെ കടവും വീട്ടാൻ പറ്റി, ഒരു ചെറിയ വീടും വെച്ചു. സ്വാമിയോട് വന്ന് പറഞ്ഞു, ഇനി വീടിൻ്റെ പണിയൊക്കെ തീരാറായി. സ്വാമി പറഞ്ഞു, ഗുരുവിനെ പോയി ക്ഷണിക്കണം പാലുകാച്ചാൻ. അപ്പം അങ്ങനെ ഗുരുവിൻ്റെ അടുത്ത് പോകുന്നു ഞങ്ങളെല്ലാവരും കൂടി. ഒരു മോനും, മോളന്ന് തിരുവനന്തപുരത്ത് ആശ്രമത്തിൽ നിൽക്കുന്നു. അപ്പം അങ്ങനെ ഞാനും മോനും ഭാര്യയും കൂടി ആശ്രമത്തിലേക്ക് പോകുന്നു. ഗുരുവിൻ്റെ അടുത്ത് പോയി അനുവാദം ചോദിക്കുന്നു. ക്ഷണിച്ചു കഴിഞ്ഞപ്പോൾ ഗുരു പറഞ്ഞ്, ശിഷ്യപൂജിത എറണാകുളത്ത് സത്യപ്രകാശ് സ്വാമിയുണ്ട്, സ്വാമിയോട് പറഞ്ഞാൽ മതി, സ്വാമി പാല് കാച്ചി തരും. അപ്പോൾ അങ്ങനെ വന്ന് മോളെയും കൂടി കൂട്ടിക്കൊണ്ട് പോരാം എന്നുള്ള വിചാരത്തിലാണ് ഞങ്ങൾ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, മോളെ കൊണ്ടുപോകണ്ട, മോളിവിടെ നിൽക്കട്ടെ. അപ്പോൾ ആകെ വിഷമമായി, അവൾക്കും വിഷമം. ഒരു വീടില്ലാതിരുന്ന ഞങ്ങൾക്ക് ഒരു വീട് കിട്ടി, അപ്പോൾ അതിൻ്റെ പാല് കാച്ചിന് മോളില്ലാത്ത എന്നുള്ള ആ ഒരു തോന്നൽ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി
വീട്ടിലേക്ക് എത്തുന്നു. പാല് കാച്ചിൻ്റെ അന്ന് സ്വാമി വന്നു, പാല് കാച്ചി. അപ്പോൾ അന്ന് 2 ദിവസം കഴിഞ്ഞിട്ടാണ് മോൾ എന്നെ വിളിച്ചു പറയുന്നത്, അച്ഛാ ഞാൻ എല്ലാം കണ്ടു. അന്ന് രാവിലെ ഗുരു എന്നെ വിളിച്ചു, മോളെ വിളിച്ചു. മോളവിടെ ഗുരുവിൻ്റെ അടുത്ത് പോയിരുന്നു. അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ അവളോട് ചോദിച്ചു, മോള് വല്ലതും കണ്ടോ? പറഞ്ഞു കണ്ടു. എന്താ കണ്ടതെന്ന് ചോദിച്ചു. സത്യപ്രകാശ് സ്വാമിയൊക്കെ അവർക്കറിയാം. അവള് പറഞ്ഞു, സ്വാമി വിളക്ക് കത്തിക്കുന്നതും പാല് കാച്ചുന്നതും ഉണ്ട്. പറഞ്ഞു ഞങ്ങൾക്ക് സന്തോഷമായി, ഭയങ്കര സന്തോഷം. നേരിട്ട് വന്ന് കണ്ടില്ലെങ്കിലും അങ്ങനെ ഒരു അനുഭവം എനിക്ക് കിട്ടി. എൻ്റെ മോളും ഇതിൽ നിന്നുള്ള ആ ഒരു ഒരു അനുഭവം വലിയ അനുഭവമാണ്. അതിനുശേഷമാണ് എനിക്ക് 2 പെങ്ങന്മാരാണ്. എൻ്റെ വീടെന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിലാണ്, വെട്ടിയാർ എന്ന് പറയുന്ന ചെറിയ ഗ്രാമം. അങ്ങനെ ഞാൻ ജോലി സംബന്ധമായിട്ട് ആണ് എറണാകുളത്ത് വരുന്നത്. അങ്ങനെ എറണാകുളത്ത് വരുന്നു. ആ സമയത്താണ് ആശ്രമത്തിൽ വരാൻ സാധിച്ചത്. അങ്ങനെ ഒരു ദിവസം എൻ്റെ ഒരു ഇളയ പെങ്ങളുടെ ഇളയ മകൾക്ക് ഭയങ്കരമായ തലവേദന, ബ്രെയിൻ ട്യൂമർ. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉപ്പാപ്പേ എന്നാണ് വിളിക്കുന്നത്. ഉപ്പാപ്പേ മോക്ക് തീരെ സുഖമില്ല. ഞാൻ അപ്പോൾ ഭാര്യ ചോദിച്ചു, മരുന്ന് കഴിച്ചില്ലേ? മരുന്ന് കഴിച്ചു. അപ്പോൾ ഇന്ന് ഞങ്ങൾ കരുനാഗപ്പള്ളി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു കൊല്ലത്തേക്ക് കൊണ്ടുപോകണം. കൊല്ലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകണം, RCC. അപ്പോൾ അവർ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി. പിന്നെ ഞങ്ങളെ വിളിക്കണേന്നും പറഞ്ഞു. വിളിച്ചു കഴിഞ്ഞപ്പം നാളെ തന്നെ ഓപ്പറേഷൻ ചെയ്യും. അപ്പം ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ് ഞാനും മോളും കൂടി അന്ന് ഇവിടെ പോയി സ്വാമിയുടെ അടുത്ത്. ഒരാളത്ത് നിന്ന് സ്വാമിയുടെ വിവരം പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെന്ന് സ്വാമിയുടെ അടുത്ത് വിവരം പറഞ്ഞു. സ്വാമി പറഞ്ഞു പോയി പ്രാർത്ഥിക്കാം, അപ്പോൾ പോകണ്ട. അങ്ങനെ 9ൻ്റെ ആരാധന ഞങ്ങൾ കൂടി, 12ൻ്റെ ആരാധനയും കൂടി. അത് കഴിയുമ്പോൾ വിടും എന്നുള്ള പ്രതീക്ഷയായിരുന്നു. അപ്പോൾ സ്വാമി ആരാധനയും കഴിഞ്ഞ് ഞങ്ങളെ പിന്നെ കണ്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുമാരൻ സാറിനോട് പറഞ്ഞു അവരോട് 3ൻ്റെ 6ൻ്റെ ആരാധന കൂടാൻ പറഞ്ഞു. ഞങ്ങൾ 3ൻ്റെ 6ൻ്റെ ആരാധന കൂടി, 5ൻ്റെ ആരാധനയൊക്കെ കൂടി. അങ്ങനെ നിൽക്കുമ്പോഴാണ് സ്വാമിയെ നോക്കി നിൽക്കുക. സ്വാമി വരുന്നില്ല. അപ്പോൾ ജോസ് സാറുണ്ട് അവിടെ. ജോസ് സാറിനോട് പറഞ്ഞു അവരോട് പറ 12ൻ്റെ ആരാധന കഴിഞ്ഞിട്ട് നാളെ രാവിലെ പോയാൽ മതി. അങ്ങനെ ഞങ്ങൾ 12ൻ്റെ ആരാധനയും 3ൻ്റെ ആരാധനയും രാവിലെയുള്ള ആരാധനയും കഴിഞ്ഞ് സ്വാമിയെ വന്ന് കണ്ടു. സ്വാമി അപ്പം പ്രസാദവും തന്നു. കുറച്ച് ഒരു പൊതി ഭസ്മം തന്നിട്ട് പറഞ്ഞു, ഇത് കുഞ്ഞിൻ്റെ മുറിവിലെങ്ങും ഇടരുത്, കുഞ്ഞിൻ്റെ ദേഹത്തെല്ലാം പുരട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്വാമിയുടെ യാത്രയൊക്കെ പറഞ്ഞ് വീട്ടിൽ വന്ന് ഡ്രസ്സുമൊക്കെ മാറി അടുത്ത ഡ്രസ്സുമൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ തിരുവനന്തപുരത്ത് RCCയിലേക്ക് പോന്നു. അവിടെ ചെന്നപ്പോൾ പെങ്ങളെ കണ്ടു. പെങ്ങൾ കണ്ടപാടെ പെങ്ങൾ ഓടി വന്ന് പൊട്ടി അങ്ങ് കരഞ്ഞപ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ. അവളുടെ നില വളരെ അപകടകരമായിരുന്നു. എൻ്റെ അമ്മാവൻ അതിൻ്റെ ഇടയ്ക്ക് വിളിച്ചു പറഞ്ഞു, മുരളി പ്രാർത്ഥനയല്ല അതൊന്നുമില്ല, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മുടെ ഒരു പ്രാർത്ഥനയും കരുതലും അവിടെ ചെന്നു. അളിയൻ പറഞ്ഞു, നിങ്ങൾ ഗുരുവിൻ്റെ അടുത്തായിരുന്നെങ്കിൽ നിങ്ങൾ പോകുമായിരുന്നു അല്ലേ? ഇതെൻ്റെ മോളായതുകൊണ്ടാണ് നിങ്ങൾ വരാഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നലെ തന്നെ വരില്ലേ? അങ്ങനെ അന്ന് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് കൊണ്ടുവന്ന് ബോധം വന്നിട്ടില്ല. അപ്പോൾ അബോധാവസ്ഥയിൽ എൻ്റെ സഹോദരിയാണിത് പറയുന്നത്. അബോധാവസ്ഥയിൽ കുഞ്ഞ് താമരപ്പൂ
കുഞ്ഞിന് താമരപ്പൂ വേണമെന്ന് പറഞ്ഞു. രണ്ടു പ്രാവശ്യം പറഞ്ഞു. അപ്പൊ അങ്ങനെ അവിടുന്ന് നിന്ന സിസ്റ്റർമാര് ഡോക്ടറുണ്ട്. ഡോക്ടറോട് പറഞ്ഞു മോൾക്ക് താമരപ്പൂ വേണമെന്ന് പറഞ്ഞു. താമരപ്പൂ എവിടെ നിന്ന് എടുക്കും? ഇപ്പൊ ഡോക്ടറോട് സിസ്റ്റർ പറഞ്ഞു എൻ്റെ വീടിൻ്റെ അടുത്തൊരു കുളമുണ്ട്, ഞാൻ അവിടെ പോയി താമരപ്പൂ പോലെ ഇരിക്കുന്ന ആമ്പല് പൂ പറിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവര് പോയി പൂ പറിച്ചുകൊണ്ട് വന്നു. അത് കൊടുത്തപ്പം കുഞ്ഞ് കൈ വാങ്ങിച്ചിട്ട് താമരയല്ല, എനിക്ക് താമര വേണമെന്ന് പറഞ്ഞു. ഡോക്ടറോട് ആ നേഴ്സ് വീണ്ടും പറഞ്ഞപ്പം കടയിൽ പോയി ഒരു താമരപ്പൂ വാങ്ങിച്ചുകൊണ്ട് വന്ന് കുഞ്ഞ് വലത്തെ കയ്യിൽ വാങ്ങിച്ചിട്ട് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ റൂമിലേക്ക് കൊണ്ടുവന്ന് ഒരു കുഴപ്പവുമില്ല, ഇപ്പോഴും യാതൊരു കുഴപ്പവുമില്ല. ആ ഗുരുവിന്റെ പ്രാർത്ഥനയുടെ വലിപ്പം ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ വണ്ടി ആക്സിഡന്റ് ആയാലും, അതുപോലെ ഇറാഖിൽ പോയ സമയത്ത് ബോംബ് വന്ന് വണ്ടിയിൽ വീണിട്ട് രക്ഷപ്പെടുത്തി തന്നൂര്. ഞങ്ങളുടെ കുടുംബത്തോടെ വണ്ടിയിൽ പോയപ്പോൾ വണ്ടി ആക്സിഡന്റ് ഈ അടുത്ത സമയത്ത് ഒരു പോറൽ പോലും ഏൽക്കാതെ ഗുരു കെട്ടിപ്പിടിച്ചു. അപ്പൊ മോൻ വണ്ടിയിൽ നിന്ന് ചോദിച്ചു, അച്ഛാ എന്താ അച്ഛാ പറഞ്ഞു? ഞാൻ പറഞ്ഞു ഗുരുവേ കാക്കടേ. ഒരു പോറൽ പോലും ഏറ്റില്ല. 6 പേരാ വണ്ടിയിലുണ്ടായിരുന്നു. വണ്ടി ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിലായി. ഇതേപോലെ ഒരുപാട് അനുഭവങ്ങൾ ഉള്ള എനിക്ക് ഇത്രയും പറയാനേ സാധിക്കുന്നുള്ളൂ. അതുപോലെ എല്ലാവരും നമ്മുടെ ഗുരുവിനോടുള്ള ആ ഒരു സ്നേഹം, പ്രാർത്ഥന എല്ലാവർക്കും ഇതുപോലെ ഉണ്ടാകണം, എല്ലാവർക്കും നല്ലത് കിട്ടണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഗുരു തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. സദ്ഗുരുവേ ശരണം. അടുത്തതായി അനുഭവം പങ്കുവയ്ക്കുന്നതിനായി തൃശൂർ ഏരിയയിലെ ശ്രീമതി നിധി ടീച്ചറെ സദ്ഗുരുവേശരണം. പരമകാരുണ്യവനായ ഗുരുവെ പ്രാർത്ഥിച്ചുകൊണ്ട്, അഭിവന്ദ്യ ശിഷ്യപൂജിതയെ നമസ്കരിച്ചുകൊണ്ട്, ആശ്രമം പ്രസിഡന്റ് സർവാദരണീയ സ്വാമി ചൈതന്യ ജ്ഞാന തപസ്വി, ആശ്രമം ജനറൽ സെക്രട്ടറി സർവാദരണീയ സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി, ഗുരുധർമ്മ പ്രകാശ സഭയിലെ സന്യാസിനിമാരെ, ബ്രഹ്മചാരിണികളെ, പ്രിയപ്പെട്ട ഡോക്ടർ ജി കിരൺ സാർ, ഏറ്റവും പ്രിയപ്പെട്ട ആത്മബന്ധുക്കളെ, ഗുരുസ്നേഹമധുരം പങ്കുവയ്ക്കാൻ കിട്ടിയ ഈ ഒരു അവസരത്തിന്, ആ മഹാകാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. ദൈവസ്നേഹം അല്ലെങ്കിൽ ഗുരുസ്നേഹം ഓരോ നിമിഷത്തിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. കേവലം മനുഷ്യരായ നമുക്ക് നമ്മുടെ മക്കളോട് എത്രത്തോളം സ്നേഹമുണ്ട് എന്ന് നമുക്കറിയാം. അതിനേക്കാൾ എത്രയോ മടങ്ങ് വാക്കുകൾക്ക് അതീതമായ സ്നേഹമാണ് ഗുരുസ്നേഹം. ശിഷ്യന്റെ അറിവുകേടുകൊണ്ട് മുറിവേൽക്കുമ്പോഴും മറുകൈ കൊണ്ട് സ്നേഹം മുട്ടുന്ന ആ സ്നേഹത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ആ ഒരു കാരുണ്യത്തെക്കുറിച്ച് പറയാൻ ഒരു ജീവിതം തന്നെ മതിയാകില്ല. 1998 ഞാൻ ആദ്യമായി ആശ്രമത്തിലെത്തുന്നത്. നിറഞ്ഞ ചിരിയോടെയുള്ള ആ കാരുണ്യരൂപത്തിനെ കാണുന്നത്. ഗുരു എനിക്ക് ആരാണെന്ന് ഓർക്കുമ്പോൾ ദൈവം എന്നൊരു മഹാസങ്കല്പത്തിനുമപ്പുറം എന്നെ അല്ലെങ്കിൽ ഞങ്ങളെ കാത്ത് പരിപാലിക്കുന്ന, എപ്പോഴും നോക്കി സംരക്ഷിക്കുന്ന ഒരു നല്ല അച്ഛനെ പോലെയും, അതുപോലെ തന്നെ നമ്മുടെ കുറവുകളെയും കുറുമ്പുകളെയും തിരുത്തി നിറവാക്കുന്ന ഒരു നല്ല അമ്മയെ പോലെയും, അല്ലെങ്കിൽ നമുക്ക് എന്തും സംസാരിക്കാവുന്ന ഒരു നല്ല സുഹൃത്തിനെ പോലെയുമാണ്. ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും വാക്കും വഴിയുമായി നിറയുന്ന ഒരു സ്നേഹമാണ് എനിക്ക് എൻ്റെ ഗുരു. സമയപരിമിതി മൂലം വളരെ ചെറിയൊരു അനുഭവം ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം BSc അപ്ലൈഡ് ഫിസിക്സിനാണ് ഞാൻ ജോയിൻ ചെയ്തിരുന്നത്. അപ്പോൾ സാധാരണ കുട്ടി സ്കൂളിൽ പോകുമ്പോൾ തന്നെ ആരാകണം എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആരാകണം എന്നുള്ള എല്ലാവരുടെയും ചോദ്യത്തിന് മറുപടിയായി ടീച്ചിങ് അല്ലെങ്കിൽ അധ്യാപനം ഒഴികെ വേറെ ഏത് ജോലിയും എനിക്ക് കുഴപ്പമില്ല എന്നാണ് പറയാറ്.
പിന്നീട് ഗുരുവിനോട് അനുവാദം ചോദിക്കാനായി അടുത്തത് എന്തിനു ചേരണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നതിനായി പോയപ്പോൾ ശിശുപൂജിത പറഞ്ഞത് ബി.എഡിന് ചേരുന്നതാണ്. അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ഒരു കോഴ്സാണ്. അത് മാത്രമല്ല, വീട്ടില് ഞാനും അമ്മയും മാത്രമാണ് ആശ്രമത്തിൽ ആദ്യം വന്നുകൊണ്ടിരുന്നത്. പിന്നീട് ബാക്കിയുള്ള ബന്ധുക്കളുടെ എല്ലാം എതിർപ്പും ഉണ്ടായിരുന്നു. സ്നേഹം കൊണ്ടുള്ള എതിർപ്പാണ്. ബി.എഡിന് ചേർന്ന് കഴിഞ്ഞാൽ ഗവൺമെന്റ് ജോലി ലഭിക്കണമെങ്കിൽ PSCയുടെ ആദ്യത്തെ ഒരു 20 റാങ്കിലെങ്കിലും ഉൾപ്പെടണം. അല്ലെങ്കിൽ പിന്നെ എയ്ഡഡ് സെക്ടർ ആണെങ്കിൽ ഒരു ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും ജോലിക്ക്. അപ്പൊ ജോലി കിട്ടില്ലല്ലോ എന്നുള്ള ഒരു ഉത്കണ്ഠയാണ് അവർക്കുണ്ടായിരുന്നത്. ഗുരുവാക്കിനെ മാനിച്ച് ഞാൻ ബി.എഡിന് അപ്ലൈ ചെയ്തു. അപ്പൊ MG യൂണിവേഴ്സിറ്റിയുടെ ബി.എഡിനാണ് അഡ്മിഷൻ ലഭിച്ചത്. ഹോസ്റ്റലിൽ നിൽക്കണമായിരുന്നു. ഗുരുവിനോട് ക്ലാസ് തുടങ്ങുന്ന കാര്യവും ഹോസ്റ്റലിൽ നിൽക്കുന്ന കാര്യവും പറഞ്ഞു. വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന കാര്യം എനിക്ക് വളരെ സങ്കടമുള്ളതാണ്. അവിടെയും ഗുരുവിന്റെ സ്നേഹവും കരുതലും കൂട്ടായി വന്നു. പോകുന്നതിന് മുൻപ് ഋഷഭ്നാജനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴും മറ്റു കുട്ടികളോട് ഇടപെടുമ്പോഴും എങ്ങനെ സൂക്ഷിക്കണമെന്നും എങ്ങനെ പെരുമാറണമെന്നും ഗുരുനിർദ്ദേശം അനുസരിച്ച് ജനനി വളരെ കാര്യമായിട്ട് പറഞ്ഞു തന്നു. എനിക്ക് വളരെ സങ്കടത്തോടെയാണ് ഞാൻ ബി.എഡിന് പോയത്. എങ്കിലും സാധാരണ B.Ed സ്റ്റുഡൻസ് പറയുന്ന ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടുകളോ ഒന്നും ഇല്ലാതെ തന്നെ വളരെ രസകരമായിട്ടാണ് ഞാൻ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരു സമയത്ത് വേറെ എടുത്തു പറയത്തക്ക ഒരു സംഭവം എന്ന് പറയുന്നത്, ഞങ്ങൾ 15 പേരാണ് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നത്. സിസ്റ്റേഴ്സിന്റെ കോൺവെന്റിനോടനുബന്ധിച്ചുള്ള ഒരു ഡോർമെറ്ററിയിലാണ് ഞങ്ങൾ 15 പേരും താമസിക്കുന്നത്. ഒരു ദിവസം രാത്രിയിലെ ഭക്ഷണത്തിൽ എന്തോ പ്രശ്നം പറ്റി എനിക്കൊഴികെ ബാക്കി 14 പേർക്കും വയറിന്റെ പ്രശ്നമായി. പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ വരുന്ന വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു അനുഭവമായിരുന്നു അത്. ബി.എഡിന് ശേഷം PG ചെയ്യാൻ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. ശിശുപൂജിതയോട് ചോദിച്ച് MSCക്ക് ചേരുകയാണ്. അപ്പോൾ MSc ഫിസിക്സിന് 12 സീറ്റ് മാത്രമായിരുന്നതിൽ 12ാമത്തെ ആളായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. PG എക്സാം കഴിയുന്നതോടുകൂടി 2008 ഗുരുവരണ്യത്താൽ കേന്ദ്ര ആശ്രമത്തിൽ വെച്ച് വിവാഹം. എൻ്റെ കുറവുകളിലും നിറവുകളിലും കൂടെ നിൽക്കുന്ന ഒരു നല്ല വ്യക്തിയെ തന്ന ആ ഗുരുവിൻ്റെ അളവറ്റ കാരുണ്യത്തിന് എന്നും നന്ദി അർപ്പിക്കുന്നു. വിവാഹശേഷം വീടിന് തൊട്ടടുത്തുള്ള ഒരു CBSE സ്കൂളിൽ ഞാൻ ജോയിൻ ചെയ്തു. 8 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളാണ് കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്. ഇതിനിടയിൽ ഒട്ടും പഠിച്ചില്ലെങ്കിൽ കൂടി പഠിക്കാനുള്ള സമയം കിട്ടാറില്ല. എങ്കിലും സെറ്റും നെറ്റും എക്സാം എഴുതുമായിരുന്നു. നെറ്റിന്റെ എക്സാം സെന്റർ വരുന്നത് എറണാകുളത്താണ്. തൃശ്ശൂരൊന്നും ആശ്രമമായിട്ടില്ല. അപ്പോൾ നെറ്റ് എക്സാം എഴുതാൻ പോകുമ്പോൾ എറണാകുളം ആശ്രമത്തിൽ പോകാലോ എന്നുള്ള കരുതിയിട്ടാണ് നെറ്റ് എക്സാമിന് എല്ലാ വർഷവും കൊടുക്കാറ്. അപ്പോൾ അതിനിടയിൽ ജനസ്നേഹ സ്വാമിയുടെ നിർബന്ധം നിമിത്തം നെറ്റ് എക്സാമിന്റെ കോച്ചിങ്ങിന് പോകാൻ ശിഷ്യപൂജിതയോട് അനുവാദം ചോദിച്ചു. ഗുരുവിന്റെ അനുവാദം ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും തടസ്സമല്ല എന്ന് മനസ്സിലായി. CBSE സ്കൂളായതുകൊണ്ട് തന്നെയും പിന്നെ 10നും 12നും ക്ലാസ് എടുക്കേണ്ടതുള്ളത് കൊണ്ടും സെക്കൻഡ് സാറ്റർഡേ ഒഴികെയുള്ള എല്ലാ സാറ്റർഡേയും വർക്കിംഗ് ആയിരുന്നു. അപ്പൊ എല്ലാ ദിവസവും എല്ലാ ശനിയാഴ്ചയും ക്ലാസ് ഉണ്ടാവും. അപ്പൊ കോച്ചിങ് ക്ലാസ്സിന് പോകാനായിട്ട് സാറ്റർഡേ സൺഡേ ബാച്ചിനാണ് ഞാൻ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ സിസ്റ്ററിനോട് പറഞ്ഞപ്പോൾ യാതൊരു തടസ്സവും കൂടാതെ സാറ്റർഡേ ലീവ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. തുടർന്ന് 6 മാസം കോച്ചിങ് ക്ലാസ്സിന് ചേർന്നു. ക്ലാസ്സിന് പോകുന്നുണ്ട്, അതിനുവേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളതല്ലാതെ കൃത്യമായ ഒരു പഠനം ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടിയും ഞാൻ ആ വർഷം സെറ്റ് ക്വാളിഫൈ ചെയ്യാണ്. അപ്പൊ നെറ്റിന് കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ലാത്തത് കൊണ്ട് തന്നെ നെറ്റിന്റെ റിസൾട്ട് നോക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അടുത്ത നെറ്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ വെറുതെ ഒന്ന് റിസൾട്ട് നോക്കാം എന്ന് കരുതി നോക്കുമ്പോഴാണ് നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. 43ാമത്തെ റാങ്കിൽ, ഓൾ ഇന്ത്യയിൽ 43ാമത്തെ റാങ്കിൽ നെറ്റ് ഗുരുവായൂരിനോട് എനിക്ക് ലഭിച്ചു. ഗുരുവിന്റെ നിറഞ്ഞ കാരുണ്യവും സ്നേഹം കൊണ്ട് മാത്രമാണ് എനിക്ക് ലഭിച്ചത്. പിന്നെ അത് മാത്രമല്ല, ഗുരു ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യത്തിലെത്താൻ സന്യാസിമാരുടെ നിർദ്ദേശങ്ങൾ ഉൽപ്രേരകമായി
വർത്തിക്കുന്നു എന്നുള്ളതും നമ്മുടെ ജീവിതാനുഭവമാണ്. പിന്നീട് 2 വർഷം കൂടെ ഞാൻ ആ സ്കൂളിൽ വർക്ക് ചെയ്തു. പിന്നീട് ആ സ്കൂളിലെ തന്നെ ഒരു അധ്യാപികയുടെ വഴിയാണ് ഒരു എയ്ഡഡ് സ്കൂളിൽ ജൂനിയർ പോസ്റ്റിലേക്ക് ഇന്റർവ്യൂ ഉണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ എൻട്രൻസ് കോച്ചിങ് നടത്തുന്ന PC തോമസ് സാറിന്റെ പുതിയൊരു എയ്ഡഡ് സ്കൂളാണ്, പണം വാങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ ടീച്ചർ പറയുന്നത്. ആപ്ലിക്കേഷൻ അയക്കേണ്ട അതിൻ്റെ തലേ ദിവസമാണ് ഞാനിത് അറിയുന്നതും ആപ്ലിക്കേഷൻ അയക്കുന്നതും, ലാസ്റ്റ് ഡേറ്റിന്റെ തലേ ദിവസം. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും റിട്ടേൺ ടെസ്റ്റിലും ഡെമോയിലും ഇന്റർവ്യൂവിലും ഗുരുകാരുണ്യം കൊണ്ട് ഞാൻ ആ കടമ്പകളെല്ലാം കടന്ന് ആ പോസ്റ്റ് എനിക്ക് ലഭിക്കുന്നു. അപ്പോൾ സാധാരണ ഒരു എയ്ഡഡ് സ്കൂളിൽ ഹയർ സെക്കൻഡറിയിലേക്ക് 50-60 ലക്ഷം വേണ്ടിടത്താണ് 1 രൂപ പോലും ചെലവില്ലാതെ നിറഞ്ഞ ഗുരുകാരുണ്യം കൊണ്ട് മാത്രം ഞാൻ സെലക്റ്റഡ് ആകുന്നത്. ഗുരുവാക്കനുസരിച്ചാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും ജീവിതാനുഭവത്തിലൂടെ തന്നെ ബോധ്യമുണ്ട്. സെലക്ഷൻ കഴിഞ്ഞിട്ട് ഗവൺമെന്റ് പോസ്റ്റിന്റെ അപ്രൂവലും അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റ് പാസ്സാകുന്നതും 2019 അപ്പോൾ അപ്പോയിന്റ്മെന്റ് പാസ്സാക്കുന്ന ഒരു സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഗവൺമെന്റ് ഇന്റർവ്യൂ നടക്കുന്ന സമയത്താണ് പ്രൊമോഷൻ പോസ്റ്റുകളെ കുറിച്ച് നമുക്ക് അറിയുക. അപ്പോൾ ഹൈസ്കൂളിൽ നിന്ന് 2 സീനിയർ ടീച്ചേഴ്സ് ഹയർ സെക്കൻഡറിയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്സിന്റെയും ഫിസിക്സിന്റെയും 2 ടീച്ചർമാരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 2 പുതിയ പോസ്റ്റുകൾ അനുവദിച്ചാൽ അതിലൊരു പ്രൊമോഷൻ പോസ്റ്റ് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ സീനിയർ ടീച്ചേഴ്സിന്റെ പോസ്റ്റ് ഏതാണോ ആ വിഷയം എടുക്കുന്ന ആള് ഹയർ സെക്കൻഡറിയിൽ നിന്ന് UPയിലേക്ക് മാറണം, അങ്ങനെയാണ്. അപ്പോൾ മാത്സ് ടീച്ചർ ചിലപ്പോൾ വരാൻ സാധ്യതയില്ല എന്നും ഫിസിക്സ് ടീച്ചർ വരാൻ സാധ്യതയുണ്ടെന്നാണ് അറിയുന്നത്. അപ്പോൾ ജോലി കിട്ടിയത് തന്നെ ഗുരുകാരുണ്യം. അതിപ്പോൾ UP സ്കൂളിലാണെങ്കിലും ഹയർ സെക്കൻഡറിയിലാണെങ്കിലും എന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളതുകൊണ്ട് ചെറിയൊരു വിഷമമുണ്ട് എങ്കിൽ തന്നെയും ഞാൻ എൻ്റെ ശിഷ്യപൂജിതയോട് ഈ പ്രശ്നങ്ങളുള്ള കാര്യമൊന്നും അറിയിച്ചില്ല. നാം പറഞ്ഞാലും ഇല്ലെങ്കിലും ഒരു കുഞ്ഞിന്റെ പ്രയാസങ്ങൾ അറിയ പോലെ ഞാൻ ആശ്രമത്തിലേക്ക് ചെന്നപ്പോൾ അപ്പോയിന്റ്മെന്റിന്റെ കാര്യം ഗുരുവിനോട് ചോദിക്കുകയാണ്. ഇങ്ങനെ ഗുരുസ്നേഹത്തിന്റെ തണലിൽ ജീവിക്കാൻ അവസരം തന്നതിന് ആ മഹാകാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും തലമുറകൾക്കും ഗുരുവിന്റെ കാരുണ്യത്തിൽ എന്നും ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ശാന്തിഗിരി ആശ്രമത്തിന്റെ ആത്മവിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങൾ ഫലമണിഞ്ഞ് ശാന്തിഗിരി എന്ന സ്നേഹതീരത്തിലേക്ക് ലോകമക്കൾക്കെല്ലാം എത്തിച്ചേരാൻ സാധിക്കണേ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഗുരുവാക്യത്തിൽ സമർപ്പിക്കുന്നു. സത്ഗുരുശ. അടുത്തതായി കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായി അനിൽകുമാർ KVയെ ഗുരുനാമത്തിൽ ക്ഷണിക്കുന്നു. സുഗ്രേശ്വരണം കേൾക്കാമോ? കേൾക്കാം. സുഗ്രേശ്വരണം സർവസ്വമായ ഗുരുവിന്റെ പാദപത്മങ്ങളിൽ നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിവന്ദ്യ ശിഷ്യപൂജ്യതയെ നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. സർവാദരണീയ സമാദരണീയ ആദരണീയ സന്യാസിനിമാർ, ബ്രഹ്മചാരിണികൾ, ശാന്തിഗിരി ആത്മവിദ്യാലയം പ്രിൻസിപ്പൽ മെന്റർ ഡോക്ടർ കിരൺ അവറുകൾ, മറ്റു ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, പ്രിയ ആത്മബന്ധുക്കൾ, ഏവർക്കും സാദര പ്രണാമം. നവപൂജിതം 98 മുന്നോടിയായി ശാന്തിഗിരി ആത്മവിദ്യാലയം നടത്തുന്ന സത്സംഗ പരമ്പരയിലെ ഇന്നത്തെ സത്സംഗത്തിൽ ഏവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തുവാൻ അവസരമേകിയ സർവസ്വമായ ഗുരുവിനോടുള്ള സ്നേഹവും കടപ്പാടും ഞാൻ എൻ്റെ ഗുരുവിൻ്റെ പാദങ്ങളോട് ചേർത്ത് വെക്കുന്നു. ഈ സത്സംഗ പരമ്പരയിൽ ഇതുവരെ പങ്കുവെക്കപ്പെട്ട ഗുരുവുമായുള്ള അനുഭവങ്ങളോട് നമ്മുടെ അനുഭവവും ചേർത്ത് വെക്കുന്ന അനുഭവ സമ്പന്നതയിലേക്കാണ് നമ്മൾ എത്തപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ജീവിത ബോധ്യങ്ങളുടെ ഇത്തിരിവട്ടത്തിൽ നിന്നും
ഗുരുവുമായുള്ള അനുഭവ വിസ്തൃതിയിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തുകയാണ് ഇവിടെ. ലോകമൊന്നാകെ ശാന്തിയിലേക്ക് ഒതുങ്ങുന്ന ഈ അവസരത്തിൽ ഈ സത്സംഗ പരമ്പര എന്നും ആത്മബന്ധുക്കളുടെ സ്മരണയിൽ ഉണർവേകുന്നതായിരിക്കും. സർവാദരണീയ സ്വാമി ചൈതന്യ ജ്ഞാനതപസ്സിക്ക് തൃശൂർ പള്ളുരുത്തി ഏരിയകളുടെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. സർവാദരണീയ സ്വാമി ഗുരുരത്ന ജ്ഞാനതപസ്സിക്ക് തൃശൂർ പള്ളുരുത്തി ഏരിയകളുടെ പേരിൽ കൃതജ്ഞത അറിയിക്കുന്നു. സർവാദരണീയ സമാദരണീയ ആദരണീയ സന്യാസിമാർ, ബ്രഹ്മചാരിണികൾ ഏവർക്കും തൃശ്ശൂരിൻ്റെയും പള്ളുരുത്തി ഏരിയകളുടെയും പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ആമുഖ പ്രഭാഷകൻ ശാന്തിഗിരി ആത്മവിദ്യാലയം പ്രിൻസിപ്പൽ മെന്റർ ഡോക്ടർ കിരൺ അവറുകൾക്ക് തൃശൂർ പള്ളുരുത്തി ഏരിയകളുടെ പേരിൽ കൃതജ്ഞത അറിയിക്കുന്നു. ഗുരുവിന്റെ സ്നേഹം എന്ന വിഷയത്തിൽ അനുഭവങ്ങൾ പങ്കുവച്ച സമാദരണീയ സ്വാമി തനിമോഹനൻ ജ്ഞാനതപസ്സിയെ തൃശൂർ പള്ളുരുത്തി ഏരിയകളുടെ പേരിൽ കൃതജ്ഞത അറിയിക്കുകയാണ്. അനുഭവങ്ങൾ പങ്കുവച്ച ശ്രീ എ മുരളീധരൻ നായർ അവറുകൾ, ശ്രീ കെ ജി നിതിൻ ടീച്ചർ എന്നിവർക്ക് ഏവരുടെയും പേരിൽ കൃതജ്ഞത അറിയിക്കുന്നു. ഏവർക്കും സ്വാഗതമേകിയ ശ്രീ രാജൻ സാറിന് ഏവരുടെയും പേരിൽ കൃതജ്ഞത അറിയിക്കുകയാണ്. ഗുരുവാണി വായിച്ച ബ്രഹ്മദത്തിന് ഏവരുടെയും പേരിൽ കൃതജ്ഞത അറിയിക്കുന്നു. ഗുരു സാന്നിധ്യത്തെ തൊട്ടുണർത്തിയ ബ്രഹ്മചാരി ശാന്തി പ്രിയക്ക് ഏവരുടെയും പേരിൽ കൃതജ്ഞത അറിയിക്കുന്നു. സത്സംഗത്തിന് അവതാരകൻ എന്ന നിലയിൽ മികവേകിയ ശ്രീ ശശികുമാർ അവർക്ക് ഏവരുടെയും പേരിൽ കൃതജ്ഞത അറിയിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പങ്കാളിത്തം കൊണ്ട് സത്സംഗത്തെ ധന്യമാക്കിയ പ്രിയ ആത്മബന്ധുക്കൾക്ക് തൃശൂർ പള്ളുരുത്തി ഏരിയകളുടെ പേരിൽ കൃതജ്ഞത അറിയിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഗുരുപാദ പത്മങ്ങളിൽ സമർപ്പിക്കുന്നു. സദ്ഗുരുവേ ശരണം. സദ്ഗുരുവേ ശരണം. സത്സംഗത്തിന്റെ സമാപന ദിവസമായ നാളെ പ്രചരണ പരിപാടിയുടെ 41-ാം ദിവസമാണ്. ഓൺലൈൻ സമാപന ദിനമാണ് ഇന്ന്. ഇന്നത്തെ ഈ സത്സംഗത്തിൽ നമ്മുടെ ആശ്രമം ജനറൽ സെക്രട്ടറി ഗുരുരത്നം ജ്ഞാനതപസ്സി യാത്രാവേളയിൽ വരെ നമ്മോടൊപ്പം ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മളുമായി പങ്കുവെക്കുകയുണ്ടായി. ഇത് നമുക്ക് വളരെയധികം സന്തോഷമേകുന്ന ഒരു ദിനം കൂടിയാണ്. ഈ പരമ്പരയുടെ ഈ സന്തോഷം ഈ വേളയിൽ അറിയിക്കുകയാണ്. സെപ്റ്റംബർ 8-നാണ് ഗുരുവിന്റെ ജന്മദിനം. ഈ ജന്മദിനത്തിലേക്ക് എല്ലാ ആത്മബന്ധുക്കളും കുടുംബസമേതം പങ്കെടുക്കണമെന്ന് ഗുരുനാമത്തിൽ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പ്രാർത്ഥനയോടെ ഈ സത്സംഗം ഗുരുപാദത്തിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി സമാദരണീയ സ്വാമി മുക്തയിത്ത ജ്ഞാനതപസ്സിയെ ഗുരുനാമത്തിൽ ക്ഷണിക്കുന്നു. ഓം ശ്രീ കരുണാകര ഗുരു പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു സത്യപ്രദായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. സദ്ഗുരുവേ ശരണം. സത്സംഗം സമാപിക്കുന്നു. സദ്ഗുരുവേ ശരണം. സദ്ഗുരുവേ ശരണം. സദ്ഗുരുവേ ശരണം.